നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 2018 ശബരിമല യുവതീ പ്രവേശനത്തോടനുബന്ധിച്ച് സർക്കാരും പോലീസും നടത്തിയ നരനായാട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. അത് പമ്പാ മണപ്പുറത്താണ് നടത്താൻ ഒരുക്കം വയ്ക്കുന്നത്. സർക്കാർ ഇക്കാര്യം വെളിപ്പെടുത്തി. ദേവസ്വം മന്ത്രി VN വാസവൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു. എന്തായാലും ശബരിമലയിലെ ആചാര ലംഘനത്തിന് 2018 എല്ലാ ഒത്താശയും ചെയ്ത പിണറായി സർക്കാരാണ് ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്ന സംശയം കൂടി ഉണരുകയാണ്. ഭക്തലക്ഷങ്ങളുടെ മനസ്സിൽ കനൽ കോരിയിട്ട ഒരു സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയ പൊള്ളത്തരം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചു തന്നെയല്ലേ? എന്തിന് ഈ രാഷ്ട്രീയ നാടകം? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ലോക അയ്യപ്പ ഭക്ത സംഗമം സർക്കാരിൻ്റെ രാഷ്ട്രീയ ഗിമ്മിക്കോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ: ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തിയൊപ്പം കോൺഗ്രസ് സഹയാത്രികനായ B റെജി എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ SJR കുമാറിലേക്കാണ്. ശ്രീ SJR കുമാർ, അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം പമ്പാ മണപ്പുറത്ത് നടത്താൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ത് എന്നുള്ളത് തന്നെയാണ് ഏവർക്കും മനസ്സിലാകാത്തത്. കാരണം 2018 കോടതി വിധി ഏറ്റുവാങ്ങിക്കൊണ്ട് അന്ന് ശബരിമലയിൽ ആചാര ലംഘനം ഏതു വിധേനയും നടത്തണം എന്നുള്ള പിടിവാശി പിണറായി സർക്കാർ കാണിച്ചത് നാം എല്ലാവരും കണ്ടതാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും രാത്രിയുടെ മറവിൽ പോലീസ് സഹായത്തോടുകൂടി ശബരിമലയിൽ സന്നിധാനം വരെ എത്തിക്കാൻ അവർ നടത്തിയ ആ ശ്രമവും കണ്ടതാണ്. പിന്നീട് എന്തിനാണിപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ആവശ്യം? നമുക്ക് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കാണുന്നത്, ഇപ്പോൾ നമ്മളെ ഈ ചർച്ചയ്ക്ക് മുമ്പ് നമ്മളുടെ മുന്നിലേക്ക് വന്ന ആ ഇൻട്രോയാണ്. എത്ര ഭീകരമായ രീതിയിലാണ് ഭക്തജനങ്ങളെ ഈ സർക്കാർ അവരുടെ പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിക്കുകയും അതുപോലെ തന്നെ നാമം ജപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ഈ പ്രക്ഷോഭം അതല്ലെങ്കിൽ ഈ ഭക്തജനങ്ങളോടൊപ്പം അവരോടൊപ്പം നിന്ന് എന്ന ഒറ്റ കുറ്റത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു സർക്കാർ, അവരുടെ ഓരോ നീക്കങ്ങളും നമ്മൾ സശ്രദ്ധം വീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു വിഷയത്തിലും ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഭക്തജന സംഘടനകളും എല്ലാം ചെയ്യുക എന്നുള്ളൊരു യാതൊരു സംശയവും വേണ്ട.
കാരണം യാതൊരു കാരണവശാലും ശബരിമലയ്ക്ക് അനുകൂലമായിട്ടോ ഭക്തജനങ്ങൾക്ക് അനുകൂലമായിട്ടോ അതെല്ലാം പോട്ടെ, സനാതനധർമ്മത്തിന് അനുകൂലമായിട്ടോ ഒരു ചെറിയ നീക്കം പോലും എടുക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അവിശ്വാസികളായിട്ടുള്ള, മതം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന, അതുപോലെ തന്നെ ഗണപതി മിത്താണെന്ന് പറയുന്ന ഈ സർക്കാർ ഏത് തരത്തിലുള്ള ഈ ഭക്തജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആഗോള സംഗമം, ആഗോളം പോയിട്ട് ഒരു ജില്ലാ സംഗമം പോലും വിളിക്കാനുള്ള യാതൊരു വിധമായിട്ടുള്ള ഒരു സാങ്കത്യവുമില്ലാത്ത ഒരു സർക്കാരും ഒരു ഇടതുപക്ഷ പാർട്ടികളുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ഉദ്യമത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുണ്ട്. അത് എന്തായിരിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതൊരിക്കലും ഭക്തജനങ്ങളെ അനുകൂലിച്ചുള്ളതല്ല എന്നുള്ളതാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഏതെങ്കിലും കാരണവശാൽ ഇത് ഭക്തജനങ്ങളെ അനുകൂലിക്കുന്നതായിട്ട് ആരെങ്കിലും ഒരു ഭക്തനോ ഒരു ഭക്തയ്ക്കോ തോന്നണമെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ അവർ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയം ഈ 2018 ഈ ശബരിമല യുവതീ പ്രവേശത്തിൻ്റെ വിഷയത്തിൽ ഭക്തജനങ്ങൾക്കെതിരായിട്ടൊരു വിധി വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ സമയത്ത് വളരെ വേഗത്തിൽ തന്നെ ആ വിധി നടപ്പാക്കാൻ ഒരിക്കലും കോടതി ആവശ്യപ്പെട്ടിട്ടില്ല ഇത് ഇത്ര ദിവസത്തിനകം വിധി നടപ്പാക്കണമെന്നുള്ളത്. കോടതി ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയത്തെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതിന് അപ്പീൽ കൊടുക്കാനോ അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനോ മറ്റ് റിട്ട് പെറ്റീഷൻ കൊടുക്കാനോ ഒക്കെ സമയം ബാക്കി നിൽക്കെ അതിന് മുൻപ് തന്നെ ഇത്തരം മറ്റ് പല, അതായത് അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകളെ ഈ ശബരിമലയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തി. പക്ഷേ നമ്മളത് കണ്ടത് ഇത്തരത്തിലൊരു നീക്കം 2006 ആരംഭിച്ചതാണ്. ഈ കേസ് 2006 ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് കക്ഷിയായിട്ടുള്ള ഈ കേരള സർക്കാരും അതുപോലെ തന്നെ ഈ പത്തനംതിട്ട കളക്ടർ, ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ കൊടുത്ത സത്യവാങ്മൂലം നമ്മളൊന്ന് പരിശോധിക്കണം. ഇവർ അന്ന് മുതൽ കൊടുത്തുകൊണ്ടിരുന്ന പല സമയത്തും കോടതി മാറി മാറി വന്ന സമയങ്ങളിലെല്ലാം അവസാനം ഈ 2018 വരെ ഈ കേസ് അവസാന വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് വരെ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത്. അതിന് കാരണം അവർ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം ജെൻഡർ ഈക്വാലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡും. അതായത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു കവനൻറ്റിൻ്റെ ഭാഗമായിട്ട് മഹാരാജാവ് ഈ രാജ്യം ഭാരത യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 526 കവനൻറ്റിലുണ്ടെങ്കിൽ തിരുവിതാംകൂറിൻ്റെ കവനൻറ്റ് വളരെ പ്രത്യേകതയുള്ളതാണ്. ആ കവനൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണം. മഹാരാജാവ് ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചു പോകുന്നു. അത്തരത്തിൽ വീണ്ടും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ പല നിബന്ധനകളും വെച്ചുകൊണ്ട് അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടി പോലും. അത്തരത്തിൽ വിശ്വാസികളുടെ ഈ വിശ്വാസത്തെ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളെ പരിപാലിക്കാനും ബാധ്യതപ്പെട്ട ഈ ദേവസ്വം ബോർഡ് പോലും ശരിക്കും വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത്. അതവർ തുടർന്നുകൊണ്ട് പോന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ അവർ ഈ ഭക്തജനങ്ങൾക്കൊപ്പമാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ശബരിമല അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ഭക്തിപൂർവ്വം ഞങ്ങൾ പങ്കെടുക്കും, അവിടുത്തെ അയ്യപ്പ ഭക്ത സംഗമം നടത്തും, എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യമേ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഇന്നും ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ മാറ്റപ്പെടാത്ത സത്യവാങ്മൂലത്തിൽ അത്തരത്തിലൊരു മാറ്റം അവർ കൊണ്ടുവരണം. അവർ വീണ്ടും പുതിയതായിട്ട് സത്യവാങ്മൂലം കൊടുക്കണം. ഞങ്ങൾ ഈ പറയുന്ന യുവതീ പ്രവേശന അനുകൂലമല്ല, ഭക്തജനങ്ങളോടൊപ്പമാണ്. ഈ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കാനോ ഒന്നും ഞങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല. ആചാര സംരക്ഷണത്തിനാണ് നമ്മളും ബാധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു സത്യവാങ്മൂലം ഈ സുപ്രീം കോടതിയിൽ കൊടുക്കാത്തടത്തോളം കാലം അത് കേരള സർക്കാരായാലും ദേവസ്വം ബോർഡായാലും അവർക്ക് ഇത്തരത്തിൽ ഭക്തജനങ്ങളെ കൂട്ടാനുള്ള യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. രണ്ടാമത് അതിൻ്റെ അത്തരം നീക്കങ്ങളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഈ ഒരു രാഷ്ട്രീയ നാടകത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്നുള്ളത് തന്നെയാണ് ശ്രീ SJR കുമാർ ഉയരുന്ന ചോദ്യവും. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സന്നിധാനത്ത് ഇവർ ഒരുക്കുന്നില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ B. റെജി, ഇവിടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നയവും നിലപാടുമൊക്കെ നമ്മൾ കാലങ്ങൾക്ക് മുൻപേ കണ്ടതാണ്. ഇപ്പോൾ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം പമ്പ മണപ്പുറത്ത്
നടത്താൻ നിശ്ചയിച്ചതിലൂടെ അത് ഒരു സംശയകരമായ സാഹചര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു. കാരണം സർക്കാരിന് എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത്. ധനസമ്പാദനമാണോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണോ എന്നുള്ളതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചില വോട്ടുകൾ കേന്ദ്രീകരിക്കുക, പ്രത്യേകിച്ച് ഹൈന്ദവ വിരുദ്ധ മനോഭാവം വച്ചു പുലർത്തുന്നതാണ് പിണറായി സർക്കാർ എന്നുള്ള പരക്കെയുള്ള വിമർശനങ്ങൾ അതിജീവിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ടോ ഈ ലോകഭക്ത സംഗമം, അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം അടുത്ത മാസം 3-ാം വാരത്തിൽ സംഘടിപ്പിക്കും എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ സർക്കാരിൻ്റെ ചെയ്തികളിൽ നാം അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ നാം സംശയത്തോടെ വീക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങളിലെ ഒരു ആത്മാർത്ഥത കുറവ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നോക്കൂ, ഈ ഇടതുപക്ഷ സർക്കാർ ഇന്നോ ഇന്നലെയോ വന്നതല്ല. കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകക്ഷിയാണ് മുന്നണി സർക്കാർ. ഇനിയിപ്പോൾ ഭരണത്തിൻ്റെ ആ ലാസ്റ്റ് എൻഡ്, അതായത് ഫാഗ് എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. 3-4 മാസത്തെ ഭരണം കൂടെ കഴിയുമ്പോഴേക്കും ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലാവധി, 2ാം ടേമിൻ്റെ കാലാവധി പൂർത്തിയാവുകയാണ്. ഈ ഘട്ടത്തിൽ ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുകയും ശബരിമലയെ ഉദ്ധരിക്കുവാനായിട്ടും പിൽഗ്രിമേജിന് തീർത്ഥാടക സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും എന്നുമൊക്കെ ഇവർ പറയുമ്പോൾ നാം അതിനെക്കുറിച്ച് സംശയത്തോടെ നോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 9 വർഷം നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തിരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സംശയത്തോടെ നോക്കുന്നത്. നോക്കൂ, ഇനിയിപ്പോൾ ഈ നവംബറിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആദ്യം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ശബരിമലയിലെ ഭക്തർക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നു, അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അത്തരത്തിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോൾ ജനാധിപത്യ വിഭാഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFൻ്റെ ഭാഗത്തു നിന്ന് അവർ ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയും ആചാരങ്ങൾ അതേ രീതിയിൽ നിലനിർത്തണമെന്നും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും അതിൽ സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും പാടില്ല എന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും ഒക്കെ തന്നെ. അതിനനുസരിച്ച് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം പോലും നടത്താൻ സന്നദ്ധമാണ് എന്ന് കോൺഗ്രസ് 2018 ആ ഒരു കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ 2018 സുപ്രീം കോടതിയുടെ വിധി വന്നതിനെ തുടർന്ന് ഇവിടെ നവോത്ഥാന മതിൽ തീർക്കുകയും വനിതാ മതിൽ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ, അതായത് ഈ ഭരണത്തിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇതേ രീതിയിലുള്ള കോൺക്ലേവുകളുമായി മുന്നോട്ട് വരുന്നതിലാണ് നമുക്ക് സംശയം ഉയരുന്നത്. നോക്കൂ, സിനിമ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു കോൺക്ലേവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തുകയുണ്ടായി. അപ്പോൾ ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച കോൺക്ലേവ് നടത്തുവാൻ ഏതാണ്ട് 5 വർഷം ആ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ശബരിമലയെ ഒരു ലോക പിൽഗ്രിം സെൻ്ററായി മാറ്റുകയും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ സർക്കാരിന് ഇതൊക്കെ നിർവഹിക്കുവാനുള്ള സമയം അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം സാധാരണക്കാരുടെ മുന്നിൽ ഉയരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സർക്കാരിൻ്റെ അവരുടെ ആ ലക്ഷ്യത്തെ, അവരുടെ ഉന്നത്തെ സംശയത്തോടെ നമ്മൾ നോക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു എങ്കിൽ ഈ ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്കും നടപടികളിലേക്കും പ്രവേശിക്കുകയും അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു കോൺക്ലേവിൽ നിന്ന്, ഒരു സംഗമത്തിൽ നിന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നാൽ ഈ ഭരണത്തിൻ്റെ മെല്ലെപ്പോക്കിൻ്റെ ഭാഗമായി ഏത് ഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ അത് നിർവഹിച്ച് എടുക്കുകയോ അത് പൂർത്തീകരിക്കുകയോ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കുകയോ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അത്ഭുതകരമായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമമൊക്കെ സർക്കാരിൻ്റെ 10ാം വർഷത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളുമൊക്കെയായി ജനങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുള്ള ഒരു ശ്രമമാണ്. ഇത്തരത്തിൽ ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഇടതുപക്ഷ മുന്നണി സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിലെ ജനപ്രതിനിധികളടങ്ങുന്ന നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ അവിടെ ഒരു തീരുമാനം ഉയർന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ആഗോള സംഗമത്തിലേക്ക്
മറികടക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെയാണ് സർക്കാരിൻ്റെ ന്യായമായും അവരുടെ ഇത്തരം നടപടികളിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ഉണ്ടാവുകയും ആ സംശയങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. ശ്രീ ബി റജി, താങ്കൾ പറഞ്ഞതുപോലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉയരുന്ന നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടല്ല. ഇത് ഒരു നാടകമാണ്. അതായത് തങ്ങൾ ഹൈന്ദവ വിരുദ്ധരല്ല, തങ്ങൾ ഇങ്ങനെ എല്ലാ ഭക്തലക്ഷങ്ങളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാട് അത് വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടി പോവുകയുണ്ട്. അതായത് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു ജനാധിപത്യ സർക്കാർ സ്വീകരിക്കുന്ന ഒരു പ്രവണതയെ അല്ല നമ്മൾ അവിടെ കണ്ടത്. പക്ഷേ അപ്പോഴൊക്കെ കോൺഗ്രസ് മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ ശ്രീ ബി റജി. കോൺഗ്രസ് കൃത്യമായൊരു ഇടപെടൽ ആ വിഷയത്തിൽ നടത്താത്തത് അന്നേ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവിടെ ഭക്തരോടൊപ്പം നിന്നത് BJP ആയിരുന്നു, അതോടൊപ്പം ഹൈന്ദവ സംഘടനകളായിരുന്നു. ഇപ്പോൾ പിണറായി സർക്കാരിനെ കുറ്റം പറയുന്ന കോൺഗ്രസ് അന്ന് സ്വീകരിച്ച മനഃപൂർവ്വമായൊരു മൗനമുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണ പരത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ്. കേരളത്തിലെ സംബന്ധിച്ച് കോൺഗ്രസിനെയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകളെയും സംബന്ധിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാടുകളുണ്ട്. അതെല്ലാ കാലത്തും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, മതം സംബന്ധിച്ച് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് സുവ്യക്തമല്ലേ? ഇന്ത്യയിലെ ജനാധിപത്യ ഭരണക്രമത്തിൽ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ മതേതരത്വവും ബഹുസ്വരതയും സംരക്ഷിക്കുവാൻ അതിൻ്റെ സംരക്ഷകരായി നിലകൊള്ളുന്നത് ഇന്ത്യയിലും കേരളത്തിലും കോൺഗ്രസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരുടെയും മതവിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുവാൻ സന്നദ്ധമാണെന്നും കേരളത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു മതവിഭാഗത്തിൻ്റെയും വിശ്വാസത്തിൽ ഇടപെടുകയോ അതിലെന്തെങ്കിലും കാലുഷ്യം കലർത്തുവാനോ ഒരു മതവിദ്വേഷം നമ്മുടെ സംസ്ഥാനത്ത് വളർത്തുവാനോ നമ്മുടെ രാജ്യത്ത് വളർത്തുവാനോ ഒരിക്കലും കോൺഗ്രസ് സന്നദ്ധമാകില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് മതേതരത്വ നിലപാടാണ്. അവർ ബഹുസ്വരതയാണ് ഇഷ്ടപ്പെടുന്നത്. അവർ വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിട്ടും എല്ലാ മതവിഭാഗങ്ങളും അവർ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും അവരുടെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകുവാനുമുള്ള എല്ലാ സംരക്ഷണവുമാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും കോൺഗ്രസിന് മേൽ ഉന്നയിച്ചതായി കാണുന്നില്ല. അങ്ങനെ ആരും ഉന്നയിക്കുമെന്ന് കരുതുന്നതുമില്ല. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ SJR കുമാർ, കഴിഞ്ഞ ദിവസമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെ തുടർന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിനെ തുടർന്ന് കൃത്യമായ ചികിത്സ ലഭ്യമാകാതെ മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏവരെയും വേദനിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുകയുണ്ടായി, കൃത്യമായ ആ ശമ്പള കുടിശ്ശിക നൽകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ തങ്ങൾക്ക് മികച്ച ഒരു ചികിത്സാ മാർഗം തേടാമായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം എത്രമാത്രം ക്ഷേത്രങ്ങളാണ് നാശോന്മുഖമാകുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ ഇങ്ങനെ ക്ഷേത്രങ്ങളോടൊക്കെ തുടരുന്നു. ശബരിമല സന്നിധാനത്താണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ എല്ലാ മണ്ഡല മകരവിളക്കിലും എപ്പോഴും വിമർശനം ഏറ്റുവാങ്ങുകയാണ്. പക്ഷേ ഒരു പ്രാവശ്യം പോലും അവർ മണ്ഡല മകരവിളക്കിന് മുൻപ് കാര്യങ്ങൾ കൃത്യമായി നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതേയില്ല. വലിയ രീതിയിലുള്ള ക്യൂ, 12ഉം 16ഉം മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ട ഗതികേട്, ദാഹിച്ച വെള്ളം പോലും കിട്ടാനില്ല. പക്ഷേ അപ്പോഴൊന്നും മറുപടിയില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡും കൂടി ചേർന്ന് നടപ്പിൽ വരുത്തുന്നത്. നമ്മൾ ഉയരുന്ന ചോദ്യം അല്ലെങ്കിൽ ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഇത്തരത്തിൽ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭക്തരുടെ വികാരങ്ങളെ മാനിക്കുകയാണ് എങ്കിൽ അവർക്ക് നടപ്പിൽ വരുത്തേണ്ട അടിസ്ഥാന കാര്യങ്ങൾ മറ്റു പലതുമില്ലേ? അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാകാമല്ലോ ഇത്തരത്തിലുള്ള ഈ നാടകങ്ങളൊക്കെ എന്നുള്ളതാണ്. ശ്രീ SJR കുമാർ, നമുക്കറിയാം, താങ്കൾക്കും അറിയാം ശബരിമല സന്നിധാനത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. പക്ഷേ ഇപ്പോഴും സർക്കാർ അത് തുടരുന്നുണ്ട്. അപ്പോഴാണ് ഈ അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്കൊരു വിഷയം പറയാനുണ്ട്. കാരണം അങ്ങ് ചോദിച്ചതുപോലെ ഈ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ഭക്തജനങ്ങളോടൊപ്പം കോൺഗ്രസ് നിന്നതിൻ്റെ ഒരു നടപടിയും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഇതിൽ കൃത്യമായൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഭക്തജന സമൂഹത്തോടൊപ്പമാണെന്ന് ശക്തമായ രീതിയിൽ പറയുകയോ നമ്മളോടൊപ്പം
ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയോ ചെയ്തതായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല. കൂടാതെ ശബരിമല കർമ്മസമിതിയുടെയും BJP-യുടെയൊക്കെ 10,000-കണക്കിന് പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസുകളും മറ്റ് കേസുകളും ഒക്കെ എടുത്തപ്പോഴും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പോലും പേരിൽ അത്തരത്തിലൊരു കേസ് ആ സമയത്ത് എടുത്തായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലാണ് കോൺഗ്രസ് ഈ ശബരിമല വിഷയത്തിൽ ഇടപെട്ടത് എന്ന് അദ്ദേഹം വിശദമാക്കിയാൽ കൊള്ളാം. രണ്ടാമത്, ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ എമർജൻസി ആരാണ് കൊണ്ടുവന്നത്? ഈ ജനാധിപത്യത്തെ ധംസിക്കുന്നതിന് ഇതിൽ പരം മറ്റൊരു നിയമം പോലും ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അയ്യപ്പൻ്റെ വിഷയം അതല്ലെങ്കിൽ ഏത് സമൂഹത്തിൻ്റെയും അവരുടെ ആരാധനയുടെ വിഷയം വരുമ്പോൾ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് അതിൽ കൃത്യതയോടുകൂടി ആ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളൊരു നടപടി ഈ കേരളത്തിലെ ഇടത് വലത് പക്ഷം ഒരിക്കലും എടുത്തിട്ടില്ല. അവർ തീർച്ചയായിട്ടും ഓരോ സമയത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് വേണ്ട തരത്തിൽ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പ്ലേ ചെയ്യുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ അറിയാം. പക്ഷേ നമുക്ക് 2018 നടന്ന ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഇടതുപക്ഷത്തിനെതിരെ ഒരു വിധിയെഴുത്ത് വന്നപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നത് തീർച്ചയായിട്ടും അന്നത്തെ ഒരു സാഹചര്യത്തിൽ BJP, അതായത് ഈ ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ട് വോട്ട് ചെയ്യണം, പക്ഷേ BJP അത്രത്തോളം വോട്ട് കൊടുത്താലും വിജയിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാകാം ഭക്തജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ആ പ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തരത്തിലൊരു ഭൂരിപക്ഷം ലഭിച്ചത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 2018-ലോ 2019-ലോ കേരള സമൂഹം, അതായത് ഭക്തസമൂഹം, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു ചിന്തയല്ല ഇന്നുള്ളത്. കാരണം തുടരെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, ഭീഷണികൾ, അതുപോലെ തന്നെ ധാരാളം, അത് ഞാൻ പറയുന്നില്ലാണ്, നമ്മുടെ ചർച്ച ആ വിഷയത്തിലല്ലാത്തതുകൊണ്ട്, പക്ഷെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ നെഞ്ച് നീറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലായിരിക്കില്ല ഈ ഒരു ഇപ്പോൾ നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഗോള തലത്തിലുള്ള ഈ ഇടതുപക്ഷത്തിൻ്റെ നീക്കമായാലും ശരി, അല്ലെങ്കിൽ അത് അനുകൂലമായിട്ട് അത്തരത്തിൽ അതിനെതിരെ ശക്തമായ രീതിയിലൊരു ഭക്തജന പ്രക്ഷോഭമുണ്ടോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടന്നാൽ പോലും അത് ഒരിക്കലും ഒരു കോൺഗ്രസിന് അനുകൂലമായിട്ടോ വരില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, അന്ന് നമ്മളോടൊപ്പം നിന്ന രാഷ്ട്രീയ കക്ഷികളോടൊപ്പം മാത്രമായിരിക്കും ഭക്തജന സമൂഹം എന്ന് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്കിനി പരീക്ഷിക്കാൻ സമയമില്ല. ഇനി ഈ ചോദിച്ച വിഷയത്തിലേക്ക് വന്നാൽ, ശരിക്കും പറഞ്ഞാൽ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി എത്രയോ കാലങ്ങളായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നും ഒരു കാരണവശാലും വേണ്ട തരത്തിലായിട്ടില്ല. അവിടെ ചെറിയ ഒരു വിഷയമായാലും വലിയ വിഷയമായാലും ശരി, എല്ലാം ഏതാണ്ട് 10-50 വർഷമായിട്ട് ഏത് തരത്തിലാണോ നിലകൊണ്ടത് അത് തന്നെ നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ പന്തളം കൊട്ടാരത്തിൽ വെച്ച് തയ്യാറാക്കിയ ഒരു മാതൃക മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഹരിവരാസനം പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് 1995 ആ കാലത്തിലാണ് എനിക്ക് തോന്നുന്നു അത് അന്നത്തെ മന്ത്രിസഭയിൽ കൊടുക്കുകയും, പക്ഷേ യാതൊരു പരിഗണനയും നടന്നില്ല. അത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അത് ഭക്തജനങ്ങൾക്ക് അവിടെ വന്നു കഴിയുമ്പോൾ വേണ്ട സൗകര്യങ്ങൾ, തൊഴുന്നതിന് സൗകര്യങ്ങൾ, അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന്, നെയ്യഭിഷേകം നടത്തുന്നതിന് വേണ്ട സൗകര്യം തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ യാത്രാ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും നടപ്പാക്കിയില്ല. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് IL&FS എന്നൊരു കമ്പനിയെ കൊണ്ട് ഒരു വളരെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അത് കേരള സർക്കാർ അംഗീകരിച്ചു, പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കാൻ ഒരു സമിതി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സമിതി കൂടുന്ന പോലും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി മന്ത്രിസഭയിൽ അന്നത്തെ മന്ത്രി പറയുന്നതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ അതും പരിഗണിച്ചിട്ടില്ല. കൂടാതെ നമ്മുടെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് ഈ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ആധുനിക ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്തി ഏതൊക്കെ തരത്തിൽ ശബരിമലയിലെ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാം, അതുപോലെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട തരത്തിൽ ദർശനം നൽകി, അതായത് യാതൊരു തിക്കോ തിരക്കോ കൂടാതെ വളരെ സ്വസ്ഥവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ അവിടെ വേണ്ട തരത്തിൽ ദർശനം നൽകുകയും മറ്റ് വഴിപാടുകൾ കഴിക്കാനുമൊക്കെ സൗകര്യം, അതുപോലെ തന്നെ യാത്രാ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വളരെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ്റെ രൂപരേഖയാണ്. അത് കൂടുതൽ ചർച്ച വേണ്ട വിഷയമാണ്, പക്ഷേ വളരെ കൃത്യമായിട്ട് എണ്ണി 86ഓളം വിഷയങ്ങളാണ് നമ്മൾ അവതരിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷം നൽകിയുണ്ടായി. അത് അദ്ദേഹം പല കാര്യങ്ങളും നടപ്പാക്കാമെന്ന് പറയുന്നത്, പക്ഷേ ഇതൊന്നും വേണ്ട തരത്തിൽ നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പറയുന്നത്, കാലാകാലങ്ങളായിട്ട് ശബരിമലയിലെ ഭക്തജനങ്ങളോ അല്ലെങ്കിൽ ഭക്തജന സംഘടനകളോ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ട തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമർപ്പിച്ചിട്ട് പോലും അത് യാതൊരു കാരണവശാലും ഒരു നടപടി എടുക്കാതെ നിലനിൽക്കുമ്പോഴാണ് ഈ ശബരിമല വിഷയത്തിൽ ഈ പറഞ്ഞ ആഗോള തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമെന്നുള്ള നിലയിൽ ഇത്തരത്തിൽ ലോക സമ്മേളനം നടത്തുന്നത്. അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഈ ശബരിമലയിലെ
ഈ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ ആഗോളതലത്തിൽ അതിൻ്റെ വിവരങ്ങൾ മറ്റ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ കേരള സർക്കാർ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടില്ല. അയ്യപ്പന് നമുക്കറിയാം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈശ്വരനാണ്. കലികാല ഭരതനായിട്ടുള്ള അയ്യപ്പൻ്റെ വിഷയത്തിൽ ഇന്ന് ലോകമെമ്പാടും ഭക്തജനങ്ങൾ ഈ ഒഴുകി വരികയാണ്. അത്തരം വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാനോ വേണ്ട തരത്തിൽ ദർശനം നൽകി മടങ്ങിപ്പോകാനുള്ള സംവിധാനം ചെയ്യാനോ യാത്രാ സൗകര്യം ഏർപ്പെടുത്താനോ ഒന്നുമില്ല. തിക്കിലും തിരക്കിലും പെട്ട് പലരും അവർക്ക് പകുതി വഴി യാത്ര ഉപേക്ഷിച്ച് മടങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇനിയും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കണം എന്ന് പറഞ്ഞിട്ട് ശബരിമലയുടെ പ്രഭാവം വർദ്ധിപ്പിക്കാനെന്നുള്ള തലത്തിലുള്ള കാര്യം നടത്തി. എത്ര വിരോധാഭാസമാണ് ഇവർ പറയുന്നത്. അടിസ്ഥാന സൗകര്യം ആദ്യം വികസിപ്പിച്ചിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ മുഴുവൻ അവിടെ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട തരത്തിൽ സ്വസ്ഥവും സമാധാനമായ തരത്തിൽ അവിടെ പൂജ നടത്താനും വഴിപാട് നടത്താനും ദർശനം നടത്താനും ബാക്കി കാര്യങ്ങളെല്ലാം നടത്തി സമാധാനപരമായി തിരികെ പോകാനുമുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് തിക്കിലും തിരക്കിലും പെട്ട് അവിടെ വരുന്നവരെ തടഞ്ഞു നിർത്താനും അതുപോലെ തന്നെ നമുക്കറിയാം ഈ വിർച്വൽ ക്യൂവിൻ്റെ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. വിർച്വൽ ക്യൂവിൽ വേണ്ട തരത്തിൽ ആൾക്കാർക്ക് ഇന്നും എത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ബുക്കിങ്ങിൽ പലപ്പോഴും തടസ്സപ്പെടുന്നു. ഈ വിർച്വൽ ക്യൂവിൽ നമ്മളിപ്പോൾ 1,00,000 പേരായിട്ട് അല്ലെങ്കിൽ 80,000 പേരെ 90,000 പേരായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിൽ ഇനിയും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കേണ്ട ഒരു വിഷയം ശബരിമലയ്ക്കില്ല. ഭക്തജനങ്ങൾ ലോകമെമ്പാടും ഭക്തജനങ്ങൾ ശബരിമലയെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അവിടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുകയും ഈ ദർശനത്തിലുള്ള സൗകര്യം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ തന്നെ വേണ്ട തരത്തിൽ ഭക്തജനങ്ങൾക്ക് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് എല്ലാം കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഗണപതി മിത്താണെന്നും സനാതനധർമ്മം വൈറസ് ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ ആ ഹിന്ദു സമൂഹത്തിനെ ഒറ്റപ്പെടുത്തി അവർ പലത് നേടാമെന്ന് ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി. ഇന്ന് അതിശക്തമായ രീതിയിൽ ലോകമെമ്പാടുമുള്ള ഹിന്ദി ഇവിടെ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ശക്തമായ നീക്കം ഭാരതത്തിലെമ്പാടും മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് അത്തരത്തിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന് ശക്തമായൊരു തെളിവ് ഞാൻ പറയുന്നത് ഈ SNDPയുടെ കൃത്യമായൊരു നിലപാടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ഹിന്ദുക്കളുടെ കാര്യത്തിൽ അക്കമിട്ട് എണ്ണിക്കൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ സമുദായ സംഘടനകളും ഇന്ന് ഈ അവരുടെ സ്വന്തം സമുദായം അനുഭവിക്കുന്നതും മറ്റ് പൊതു ഹിന്ദു സമൂഹം അനുഭവിക്കുന്നതുള്ള പ്രശ്നങ്ങൾ വളരെ വേവലാതിയോട് ഈ സർക്കാരിനോട് കാലാകാലം ആവശ്യപ്പെട്ടിട്ടും അതിന് യാതൊരു മറുപടിയും ഇല്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ വളരെയധികം സഹായത്തോടുകൂടി നിലനിൽക്കുന്ന സർക്കാരിന് ഇന്ന് ഈ ഒരു നടപടി തെറ്റിപ്പോയി. അതല്ലെങ്കിൽ ഈ പറഞ്ഞ സമുദായ സംഘടന ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇനിയും സർക്കാരിനെ പിന്തുണയ്ക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 2018 ഈ കൃത്യമായിട്ടും ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഏത് തരത്തിലാണ് ഭക്തജനങ്ങളെ കാണുന്നതെന്ന് അവർ തന്നെ സ്വയം വ്യക്തമായി കഴിഞ്ഞു. നമ്മൾ ഇൻട്രോയിൽ അത് വരെ കാണുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഹിന്ദു സമൂഹം അതുപോലെ സാമുദായിക സംഘടനകളും എല്ലാം ഈ സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി പോരാടും. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് ഇന്ന് മുന്നിൽ കാണുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അത് നടപ്പാക്കാൻ പോകുന്നില്ല. ഇനി സംശയിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ശബരിമലയിൽ 2018 ഈ കോടതി വിധിയുടെ മറവിൽ ആരൊക്കെയാണോ അവിടെ കുത്തിക്കയറ്റാൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ മതിൽ പണിയാൻ ചെന്നവരും, അതല്ലെങ്കിൽ ഈ കേരള സർക്കാരിൻ്റെ ഒപ്പം നമ്മുടെ ഭക്തജനങ്ങളെ ഇല്ലാതാക്കാനും അവരുടെ അടിച്ചമർത്താനും ശ്രമിച്ച ആളുകൾ, ഇത്തരത്തിലുള്ള ഭക്തജനങ്ങളല്ലാത്തവരുടെ ഒരു കൂട്ടായ്മ ആയിരിക്കും ഈ 3000 പേരെന്ന് പറയുന്നവർ. അതല്ലാതെ ഒരു കാരണവശാലും യഥാർത്ഥ ശബരിമല ഭക്തരായിട്ടുള്ള ഒരാൾ പോലും ഈ ഇടതുപക്ഷ സർക്കാർ ഭക്തർക്കെതിരെ എല്ലാ തരത്തിലും വാളോങ്ങിയ സർക്കാർ ഒരു കാലത്തും ഭക്തജനങ്ങളെയോ ഹൈന്ദവരെയോ സനാതനധർമ്മത്തെയോ അംഗീകരിക്കാത്ത സർക്കാരിനോടൊപ്പം ഒരു ഭക്തജനങ്ങളോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നത് തീർച്ചയായിട്ടും അവിശ്വാസമുള്ള കൂട്ടായ്മയായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത് ഈ പറഞ്ഞ മെസ്സി വരുന്നു നമ്മൾ പറയുന്ന ഈ സർക്കാർ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്. എവിടെ വന്നു എന്ന് പറഞ്ഞ പോലെ അവസാനം ഇത് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതെ, തീർച്ചയായും സർക്കാർ പരിപാടികളിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരു ദിവസത്തെ വേതനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ കുടുംബശ്രീ പ്രവർത്തകരെ ഒരുപക്ഷെ വിരട്ടുന്നത് പോലെ തന്നെ ആയിരിക്കും ഇതിലും ആളെ കൂട്ടാനുള്ള ശ്രമം നടത്തുക എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ M. ജയചന്ദ്രൻ, ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനൊരുങ്ങുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. ഇത് യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തരോടുള്ള ഒരു പരിഗണനയിൽ നിന്ന് ഉയർന്ന ഒരു ഉദ്ദേശമാണോ, അതോ തങ്ങൾ ഹൈന്ദവ വിരുദ്ധരല്ല എന്ന് വരുത്തി തീർക്കുകയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹൈന്ദവ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു? ഈ രണ്ട് ചോദ്യങ്ങളും ഉയരുകയാണല്ലോ ഇതിൽ സംശയങ്ങൾ.
താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ വസ്തുതകൾ താങ്കൾ പറഞ്ഞതിനെ തെല്ലും സാധൂകരിക്കുന്നില്ല എന്നത് മാത്രമല്ല, അതിന് നേരെ ഘടകവിരുദ്ധവുമാണ്. അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഇത് പിന്നെ LDF സർക്കാരിനോടാണ് രാഷ്ട്രീയ വിരോധമെങ്കിൽ ഓക്കെ ആയിക്കോളൂ. പക്ഷേ എങ്ങനെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ ഭരണത്തിൽ വരുന്നത്? അതിനൊരു പിന്നെ ജനാധിപത്യപരമായ അടിസ്ഥാനമില്ലേ? അതുകൂടൊക്കെ ഒന്ന് പരിഗണിക്കണം ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ എന്ന എൻ്റെ ഒരു അപേക്ഷയാണ് താങ്കളോടുള്ളത്. കാരണം പിന്നെ ഈ ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുൻപ് പിന്നെ കേരളത്തിലല്ലാതെ, അല്ലെങ്കിൽ അന്ന് തിരുക്കൊച്ചി മലബാറായിരുന്നല്ലോ, അന്ന് തിരുവിതാംകൂറിൽ മാത്രമാണ് ഇന്ത്യയിൽ, എൻ്റെ അറിവിൽ കേട്ടോ, ഞാനത് കഴിയുന്നത്ര അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ അറിവിലാണ് ഇന്ത്യയിൽ തിരുവിതാംകൂർ മാത്രമാണ് ക്ഷേത്രഭരണത്തിന് ഒരു ഹിന്ദുമത സ്ഥാപന ആക്റ്റും അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നത്. രാജഭരണകാലത്താണ്. 1922 പിന്നെ അതിന് പ്രത്യേകമായൊരു നിയമം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഹിന്ദു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവുന്നുണ്ട്. ആ ഹിന്ദു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്തുടർച്ചയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന പിന്നെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അതാണ് അടിസ്ഥാനപരമായ ഡെമോക്രാറ്റിക് സയൻസ്, അതാണ് അതിൻ്റെ ഡെമോക്രസിയിൽ അങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിയാണ് ഗവൺമെൻറ്. അത് രാജകുടുംബത്തിൻ്റെ അധികാരം വഴി തന്നെ സ്ഥാപിതമായിട്ടുള്ളതാണ്. അന്ന് രാജാധികാരത്തിൽ ട്രസ്റ്റിയായിരുന്നു ക്ഷേത്രങ്ങൾ. രാജാധികാരത്തിന് ശേഷം 49 കവനൻ്റ്, പിന്നീട് വന്ന് ദേവസ്വം ബോർഡ്. ഇതെല്ലാം ട്രസ്റ്റിഷിപ്പാണ് സർക്കാരിനുള്ളത്. അപ്പോൾ സർക്കാർ കാലാകാലങ്ങളിൽ സർക്കാരാണ് ആ ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലനം, നിർവഹണം, പിന്നെ മെയിൻ്റനൻസ് ഇതൊക്കെ സംബന്ധിച്ച് നിലപാടുകളും തീരുമാനങ്ങളും നടപടികളും കൈക്കൊള്ളേണ്ടത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള രേഖകൾ ഇന്നും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. പിന്നെ ഇൻ്റർനാഷണൽ ആർക്കൈവ്സിൽ പ്രത്യേകമായിട്ടും തിരയാം. ഇതാണ് ഒരു വസ്തുത. പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് വന്നാൽ, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ മുമ്പിലുണ്ടല്ലോ, താങ്കളുടെ കയ്യിലും കാണുമല്ലോ. 53 ലക്ഷമാണ് കഴിഞ്ഞ തവണ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം. പക്ഷേ പോരായ്മകൾ, പരിമിതികൾ പലതുമുണ്ട്. ഈ പരിമിതികൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത് നാഷണൽ ട്രൈബൽ റിസർവ് പിന്നെ ചട്ടങ്ങളിലും നിയമങ്ങളിലും നയങ്ങളിലും പെട്ട ഒരു സങ്കേതമാണ്. ആ കാനന സങ്കേതത്തിലുള്ള കാനന ക്ഷേത്രമാണല്ലോ ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഏത് സർക്കാർ വന്നാലും ഭരിക്കാൻ കഴിയുക. അങ്ങനെയാണ് ഭരിക്കുന്നതും. എന്നാൽ പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുന്നത് VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് തുടക്കമിടുന്നത്, 2006-2011. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുറച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത പിണറായി സർക്കാരിൻ്റെ 2 ഗവൺമെൻറ് കാലത്തും കുറേയധികം മുമ്പോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ 1349 കോടി രൂപയാണ് ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 69 കോടി രൂപയും, പിന്നീട് പിണറായി സർക്കാരിൻ്റെ 2 പിണറായി ഗവൺമെൻറ്റുകളുടെയും കാലത്ത് ഏതാണ്ട് 84 കോടിയോളം രൂപയും ആണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഇനിയും അത് ചെലവഴിക്കാൻ ഇരിക്കുന്ന കാര്യമാണ്, തീരാൻ വരേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നതാണ് താങ്കളുടെ ചോദ്യം. അതാണല്ലോ, ഇങ്ങനെ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് എനിക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ സ്വാഭാവികമായ റൊട്ടീൻ അനുസരിച്ച് നടത്തിയേ കഴിയൂ. അത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ ഭരണപരമായി ഞാനീ പറഞ്ഞ 22 രാജഭരണകാലത്തെ ആക്ട്, പിന്നീട് കവനൻ്റ് ആക്ട്, പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ നടപടിക്രമങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് സർക്കാർ, ഏത് രാഷ്ട്രീയ മുന്നണിയാണെങ്കിലും അത് ബാധ്യതയാണെന്നേ. നമുക്കതിൻ്റെ അകത്ത് രാഷ്ട്രീയം ആരോപിക്കാം എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ രാഷ്ട്രീയം ആരോപിക്കുന്നതൊന്നും ഞാൻ തെറ്റ് പറയില്ല കേട്ടോ. ഇത്തരം ചർച്ചകൾ തന്നെ ഉണ്ടാവുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അതിലെന്താ തെറ്റുള്ളത്? പിന്നെ നിങ്ങളുടെ ഒരു ആംഗിൾ അവതരിപ്പിക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു. അത് അത്രയൊരു പക്ഷേ ഒരു ഡിസ്പ്യൂട്ടല്ല, അതൊരു കലഹമല്ല, അത് നമ്മൾ ആർഗ്യൂ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ആർഗ്യുമെൻറ്റിൽ ഇതാണ്, ഇത് നിലനിൽക്കുന്ന ഒരുപാട് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭാഗമായിട്ട് മുമ്പോട്ട് വരുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഈ 3000 പേരൊക്കെ പങ്കെടുക്കുന്നുള്ള കാര്യത്തിൽ ഞാനും അത്രയൊന്നും പിന്നെ പറയുന്ന ഒരാളല്ല കേട്ടോ. ഒറ്റ ദിവസത്തെ പരിപാടിയായിട്ടാണ് ഇത് എൻവിസേജ് ചെയ്തിരിക്കുന്നതെന്നാണ് വ്യാഴാഴ്ച
പിന്നെ മന്ത്രി വി.എൻ. വാസവൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച. ഒറ്റ ദിവസം കൊണ്ട് 3000 പേരെ പങ്കെടുപ്പിക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ക്ഷമിക്കണം, അതിനുള്ള നടപടികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഗമം നടക്കുന്നത്. അപ്പോൾ അത് നടക്കട്ടെ, എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാം. പക്ഷെ അതിൻ്റെ ഭക്തരൊന്നും പങ്കെടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ വർഷം വന്ന 54 ലക്ഷം ഭക്തർ എവിടുന്നാണ് വന്നത്? അത് എവിടുന്നാണ് വന്നത്? ഭക്തരല്ലേ വന്നത്. അവർ താല്പര്യമുള്ളവർ വരും. താല്പര്യമുള്ള മുഴുവൻ ആൾക്കാർ അവരുടെ അയ്യപ്പനെ ദർശിക്കാനാണ്. ഇവിടെ സർക്കാർ സ്പോൺസേർഡ് ചിലവിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ്. താങ്കൾ ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം കലർത്തേണ്ടതില്ല എന്ന് പറയുമ്പോഴും എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ലക്ഷ്യം എന്നുകൂടി മനസ്സിലാക്കിയാൽ അത് നല്ലതായിരിക്കും പൊതുസമൂഹത്തിന്. കാരണം ഒരു ഭാഗത്ത് ആചാരലംഘനം നടക്കാൻ എല്ലാ ഒത്താശയും നടത്തിയത് 2018 നമ്മൾ കണ്ടതാണ്. നരനായാട്ടായിരുന്നു പോലീസിനെ കൊണ്ട് അന്ന് അവിടെ സർക്കാർ നടപ്പിൽ വരുത്തിയത്. എന്നിട്ട് ഇപ്പോൾ നടത്തുന്ന ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ ഉദ്ദേശം അത് എന്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അതാണൊരു സംശയമായി നിഴലിക്കുന്നത്. അതെ, പിന്നെ അതും ഈ പറഞ്ഞതും പിന്നെ എന്താണ് പറഞ്ഞത്, താങ്കളുടെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ ഇപ്പം പറഞ്ഞത്, എന്താണ് സർക്കാർ സ്പോൺസേഡ്. അത് തന്നെ, സർക്കാർ സ്പോൺസേഡ്. സർക്കാരിനങ്ങനെ ഇത് സ്പോൺസേഡ് അല്ലെന്നേ, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞതാണ്, നിയമപ്രകാരം ചട്ടപ്രകാരം സർക്കാർ ട്രസ്റ്റിയാണ് ക്ഷേത്രത്തിൻ്റെ. ട്രസ്റ്റി സ്പോൺസറാണോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഞാൻ അതിനോട് വിയോജിക്കുന്നു. സർക്കാർ ട്രസ്റ്റിയാണ്, ഒരു ട്രസ്റ്റിയും സ്പോൺസറല്ല. അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ അവസാനം പറഞ്ഞ പ്രധാനപ്പെട്ട ആ ഒരു പ്രശ്നമുണ്ടല്ലോ, ആചാരലംഘനത്തിൻ്റെ പ്രശ്നം. സർക്കാർ അതിന് മുൻകൈ എടുത്തു എന്നാണല്ലോ പറയുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതല്ലോ നമ്മുടെ പിന്നെ കോർ ഇഷ്യൂ അതല്ലാത്തതുകൊണ്ട്. എങ്കിലും ഒരു കാര്യം പറയാം, ആചാരലംഘനം നടത്തണം എന്നാവശ്യപ്പെട്ടത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ്. 2018 പിന്നെ സെപ്റ്റംബർ 28 സുപ്രീം കോടതി ആവശ്യപ്പെടുകയാണ് ശബരിമലയിൽ ആചാരലംഘനം നടത്തണം. ഇത് സുപ്രീം കോടതി വിധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ താങ്കൾ പറയുന്നത് സംസ്ഥാന സർക്കാർ ആചാരലംഘനം നടത്താൻ പുറപ്പെട്ടു എന്നാണ്. അല്ല, സുപ്രീം കോടതിയാണ് പ്രയോഗമാണ്. ആചാരലംഘനം നടത്തണം എന്ന് രാജ്യത്തെ ഒരു പരമോന്നത നീതിപീഠവും പറഞ്ഞിട്ടില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിധിയിൽ ആചാരലംഘനം നടത്തണം എന്ന് പറയുന്നത് അങ്ങ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വിധിയും ആ വിധി പ്രസ്താവത്തിലില്ല. പകരം കൃത്യമായി ഈ യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള അനുമതി നൽകുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് ഒത്താശ ചെയ്ത് അത് നടപ്പിൽ വരുത്തിയത് രാഖി രാമാനം സർക്കാരാണ്. അല്ലാതെ ഒരു യുവതി പോലും അവിടെ പ്രവേശിക്കുന്നതിനായി സന്നദ്ധയായി വന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വിടാം. പരമോന്നത നീതിപീഠം സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടില്ല ആചാരലംഘനം നടത്തണം എന്നുള്ളത്. സംസ്ഥാന സർക്കാരിനോടുള്ള ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയുമ്പോൾ രോഹിണി ദയവായി ഒരു കാര്യം അംഗീകരിച്ചു തരണം. എനിക്ക് ആ കാര്യം പറഞ്ഞു തീർക്കാനുള്ളൊരു പ്രാപ്തിയുണ്ട് എന്നുള്ളത്. നിങ്ങൾ എന്നെ എത്ര വേണം നെഗേറ്റ് ചെയ്തോളൂ, ഞാനത് സ്വാഗതം ചെയ്യും. പക്ഷേ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള സ്വാതന്ത്ര്യം തരണം കേട്ടോ. ഞാൻ പറഞ്ഞു സുപ്രീം കോടതി അങ്ങനെ വിധിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? സുപ്രീം കോടതി പറയുന്നത് എന്താ? അതുവരെ ഉണ്ടായിരുന്ന ആചാരം പിന്നെ 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചുകൂടാ. സുപ്രീം കോടതി പറയുന്നു 10 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം. അതാണ് ആചാരലംഘനം. സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആചാരലംഘനം നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അത് സെപ്റ്റംബർ 28 അത് കഴിഞ്ഞിട്ടോ ഒക്ടോബർ 5 കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കത്ത് ആർക്കൊക്കെയാണ്? കേരളത്തിന്, തമിഴ്നാടിന്, കർണാടകയ്ക്ക്, പിന്നെ ആന്ധ്രയ്ക്ക്, ഇത്രയും സംസ്ഥാനങ്ങൾക്ക് കത്ത് അയക്കുകയാണ്. ഇത് സുപ്രീം കോടതി ഉത്തരവാണ്, ഇത് പാലിക്കാൻ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഒക്ടോബർ 5 കത്തും അയക്കുകയാണ്. ഇവിടെ അതിനെ താങ്കൾ ആ പറയുന്നതോട് ഞാൻ യോജിക്കും കേട്ടോ. വിമർശന ബുദ്ധിയായി യോജിക്കുന്നത്. അതിനെ ഒരു രാഷ്ട്രീയ സാധ്യതയായി കണ്ടു എന്നുള്ളത് ഞാനും യോജിക്കും. ശരിയാണത്. ഇത്രയും പറഞ്ഞത് ഞാൻ നിയമപ്രകാരം കണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ കൂടി സംസ്ഥാന ഗവൺമെൻറ് പരതി അത്തരം ഒരു നടപടികളിലേക്ക് പോയി എന്നുള്ളത് അവരുടെ ഭാഗത്ത് വന്ന സീരിയസ് ലാപ്സാണ്, പ്രാക്ടിക്കൽ ലാപ്സാണത്. അതിനെ ഞാൻ അങ്ങനെ തന്നെ അന്നും പറഞ്ഞിട്ടുണ്ട്. ജനം ടി വിയിൽ പങ്കെടുത്തപ്പോഴും ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലാപ്സ് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ അത് തന്നെ പറയും. എനിക്ക് തോന്നുന്നു അന്ന് പ്രിയപ്പെട്ട വിദ്യാസാഗർ ഗുരുമൂർത്തി ഒരു ചർച്ചയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത്, ആ കാലത്ത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സർക്കാരിന് സംഭവിച്ച പ്രായോഗികമായ പിഴവാണ്.
ആ പിഴവ് അവർ തന്നെ തിരിച്ചറിഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് വീടുകൾക്ക് ഓരോ കയറി ഇറങ്ങിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. അത് മറ്റൊരു കാര്യം. ആ പിഴവിന് അവർക്ക് പിഴ മൂടേണ്ടി വന്നു. അതാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കണ്ട തെക്കൻ മേഖലയിലെ ഒരു ക്ലീൻ സ്വീപ്പ്. അതൊക്കെ പ്രയോജനം കിട്ടിയത് കോൺഗ്രസിനാണെന്നുള്ളത് വേറൊരു രാഷ്ട്രീയം, അതിരിക്കട്ടെ. പിന്നെ അതങ്ങനെ ഉണ്ടായി. ആ ഉണ്ടായത് രാഷ്ട്രീയ സാധ്യതകൾ ഇതിനകത്ത് തേടി എന്നുള്ളത് LDF നയിക്കുന്ന സർക്കാരിനും പറ്റിയ രാഷ്ട്രീയമായ പിഴവ് തന്നെയാണ്. അതിലൊന്നും സമ്മതിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല കേട്ടോ. ഞാനത് എവിടെയും പറയുന്ന ആളുമാണ്. കാരണം ആ രാഷ്ട്രീയ പിഴവ് അതിൽ തന്നെ പിന്നീട് തിരിച്ചറിയുകയും ചെയ്തല്ലോ. പക്ഷേ ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിനകത്ത് രാഷ്ട്രീയം കലർത്താമെന്നുള്ളതേ ഉള്ളൂ, അത് രാഷ്ട്രീയമല്ല. കാരണം ഈ രണ്ട് സർക്കാരുകളും കൂടെ, പിണറായിയുടെ 1-2 സർക്കാരുകൾ കൂടെ ചേർന്ന് 450 കോടി രൂപയാണ് വിവിധ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനായി ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ദേവസ്വങ്ങൾക്ക് എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കിൻ്റെ ഉണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറഞ്ഞോളാം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സതുദ്ദേശപരം തന്നെയാണോ? നോക്കൂ, അവിടെ 2-3 വിഷയങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഹിന്ദു സമൂഹം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി, ഛത്തീസ്ഗഡിൽ ഹിന്ദുക്കളായ ആദിവാസികളെ ക്രിസ്ത്യൻ ഭീകരർ മതം മാറ്റി മനുഷ്യക്കടത്ത് നടത്തിയിട്ട് പോലും രാഷ്ട്രീയ പാർട്ടികൾ അതിന് കുടപിടിക്കുകയും ഹിന്ദുക്കളെ യഥേഷ്ട മതം മാറ്റിക്കൊള്ളൂ, നിങ്ങൾ എന്ത് ക്രൈം ചെയ്താലും അവിടുത്തെ നിരോധന നിയമത്തെ ലംഘിച്ചാലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ കൈവിട്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹിന്ദു സമൂഹത്തോട് പറയുന്ന കാര്യം, ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ഹിന്ദുക്കൾ ഫ്രണ്ട്സ് ആയിട്ട് കാണേണ്ടതില്ല. ഹിന്ദുക്കൾ എപ്പോഴും അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ വേണ്ടി എപ്രകാരമാണോ സകല രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയുടെ വിധിയെ 2018 സെപ്റ്റംബറിലെ വിധിയെ വെണ്ടയ്ക്ക അക്ഷരം നിരത്തിയിട്ട് സ്വാഗതം ചെയ്ത് ഇനി യുവതികൾ കയറട്ടെ, അയ്യപ്പൻ ഓവർ ടൈം ഡ്യൂട്ടി എടുക്കട്ടെ എന്നൊക്കെ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ വന്നപ്പോൾ കൊണ്ടുപോടാ നിന്റെ തിട്ടൂരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾ, അമ്മമാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രസ്ഥാനത്തിനെയും തണലില്ലാതെ. ആ ശക്തി ഹിന്ദുക്കൾ പണയം വെച്ചാൽ ഇതുപോലെ മതമാറ്റ ശക്തികളുടെയും ഭീകരവാദികളുടെയും ഒക്കെ ചെരുപ്പെടുക്കേണ്ട ഗതികേട് ഈ സമൂഹത്തിന് വരുമെന്നതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസും BJPയും CPM-ഉം മുസ്ലിം ലീഗും എല്ലാവരും വെവ്വേറെ അയ്യപ്പ സംഗമങ്ങൾ നടത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അയ്യപ്പൻ ആരുടെയും കുത്തകയല്ല, ആരുടെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ചട്ടുകമല്ല എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് കല്ലേറ് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കല്ലേറ് എനിക്ക് കൊണ്ടിട്ടുണ്ട്. ഞാൻ അന്നും ആ പ്രക്ഷോഭ സമയത്ത് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഞാനെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ വിഷയത്തിൽ എനിക്ക് ഒരു വ്യത്യസ്തമായ നിലപാടാണ്. CPM-ന്റെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങേയറ്റം അയ്യപ്പ ഭക്തന്മാരെ ആ സമയത്ത് പീഡിപ്പിക്കുകയും കല്ലേറ് കൊണ്ട് മരണമടഞ്ഞ ഒരു ഗുരുസ്വാമി ഹാർട്ട് അറ്റാക്കാണ് മരിക്കാൻ കാരണമെന്ന് ആദ്യം തന്നെ വിളിച്ചു പറയുകയും ചെയ്ത നിരുത്തരവാദപരമായ ക്രൂരവും നിന്ദ്യവുമായ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ പ്രവർത്തിച്ച പിണറായിയുടെ സർക്കാർ, പോലീസ് സംവിധാനം, ഇതെല്ലാം നമ്മൾ മറന്നിട്ടല്ല പറയുന്നത്. പക്ഷെ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ആശ്രയസ്ഥാനം ഇല്ല എന്ന പുതിയ കാലത്തെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറയുകയാണ്. 1950 ശബരിമല ക്ഷേത്രം തകർക്കുകയും തീ വയ്ക്കുകയും അയ്യപ്പന്റെ മൂലവിഗ്രഹത്തെ വെട്ടിപ്പിളർക്കുകയും ചെയ്തത് ആ ചുറ്റുവട്ടത്തുള്ള ക്രിസ്ത്യാനികളുടെ അറിവോടുകൂടിയാണെന്ന് അന്നത്തെ കേശവമേനോൻ കമ്മീഷൻ, അന്നത്തെ DIG ആയിരുന്ന കേശവമേനോന്റെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ശബരിമലൈ ആസൻ കേസ്, ആ റിപ്പോർട്ട് ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ചർച്ചയുമില്ല, അന്തിച്ചർച്ചയോ സമരവുമില്ല. കാരണം അവിടെ പ്രതി ആഗോള ഭീകരനായ ഒരു മതമാണ് അയ്യപ്പ ക്ഷേത്രം. ശബരിമല ക്ഷേത്രം എന്നും ഇത്തരം മതങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും കയ്യാളുകൾക്ക് അയ്യപ്പനോട് എത്ര പ്രിയമുണ്ടാവുമെന്ന് നാം സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ മതത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അയ്യപ്പനോട് എത്രത്തോളം, എല്ലാവരുടെയും ഉദ്ദേശ്യം സ്വാമി അയ്യപ്പന്റെ ദിവ്യ പ്രഭാവത്താൽ അവിടേക്ക് ആകർഷിക്കപ്പെടുന്ന ജനകോടികളുടെ വോട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സംഗമങ്ങളുടെയും പിന്നിലുള്ള ഉദ്ദേശ്യം. അധികാരമല്ലാതെ
മറ്റൊന്നുമല്ല. എന്തുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ എത്രയോ പശുക്കൾ ചത്തൊടുങ്ങുന്നു, ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും എത്രയോ ഹിന്ദു സ്ത്രീകളെ വിധവകളെ ഉപേക്ഷിച്ചു പോകുന്നു, ഒരുപാട് അനോമലീസ് കണക്കുകൾ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഒന്നും ഒരു സംഗമവും ഇല്ല, ആർക്കും ഇല്ല. എന്താ കാരണം? അവിടെ ഇതുപോലെ ഒരു നിശ്ചിതമായ വ്രതത്തോടു കൂടി സംഘടിതമായ ഒരു വോട്ട് ബാങ്കായി രൂപപ്പെടാനുള്ള ശക്തിയുള്ള ഒരു ഭക്തജന സംഗമം ഉണ്ടാവുന്നില്ല, സഞ്ചയം ഉണ്ടാവുന്നില്ല. അത്തരം ഒരു ഭക്ത സഞ്ചയം ഉണ്ടാവുന്നത് ശബരിമലയിൽ മാത്രമാണ്. അപ്പൊ ശബരിമല എല്ലാവരുടെയും ഒരു ചക്കരക്കുടമാണ്. അതുകൊണ്ട് ഇപ്പൊ CPM-ന്റെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അയ്യപ്പ സംഗമം നടത്തട്ടെ, എന്റെ അഭിപ്രായം അതാണ്. കോൺഗ്രസ് നടത്തട്ടെ, എല്ലാവരും ഹിന്ദുക്കളുടെ വില മനസ്സിലാക്കട്ടെ. ഹിന്ദുക്കളും ഒരു വോട്ട് ബാങ്കാണെന്ന് കണ്ടാലേ അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇത് സർക്കാർ കൊണ്ടുപോകും. സർക്കാർ ഓൾറെഡി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അധികാരം കൈമാറുന്ന ഒരു പന്തായി അയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ വൈക്കത്തപ്പനെയോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷം മധ്യപക്ഷം എന്നൊന്നുമില്ല. ശബരിമല അയ്യപ്പനെ എല്ലാവരും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി ഒരു ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമായിരുന്നു. അവരത് ചെയ്തില്ല. എന്നാൽ നിയമ ലംഘനം നടത്തി മനുഷ്യക്കടത്ത് നടത്തിയ കന്യാസ്ത്രീകളെ എത്ര പെട്ടെന്നാണ് പുറത്തു കൊണ്ടുവന്നത്. അപ്പം സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ ഇല്ലാതിരുന്നിട്ട് കൂടി അയ്യപ്പ ഭക്തന്മാർ തല്ലുകൊണ്ടു, ഗുരുസ്വാമിമാർ കൊല്ലപ്പെട്ടു, അയ്യപ്പ ക്ഷേത്രം എന്നും പുകയുന്ന നീറുന്ന ഒരു ഓർമ്മയായി നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഹിന്ദു സമൂഹം ഒരു തരത്തിലുള്ള പ്രത്യേക വിധേയത്വവും കാണിക്കരുത്. അതാണ് നമുക്ക് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പോൾ പലപ്പോഴും ജനം TV-യിൽ ഞാൻ പറയുന്ന ശക്തമായ അഭിപ്രായങ്ങൾ തമസ്കരിക്കപ്പെടുകയും അത് യൂട്യൂബിൽ പബ്ലിഷ്ഡ് ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഡെസ്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടാണ് പറയുന്നത്, എന്റെ ശബ്ദം കേൾപ്പിക്കാൻ എനിക്ക് 100 മാർഗങ്ങൾ വേറെയുണ്ട്. പക്ഷെ എന്നിരിക്കലും ജനം TV-യുടെ ഒരു കടപ്പാടുണ്ട്. ആ കാലത്ത് ജനം TV-യുടെ റിപ്പോർട്ടേഴ്സ് എല്ലാ ത്യാഗവും സഹിച്ചാണ് ഒരേ ഒരു ടെലിവിഷൻ ചാനൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ശബരിമല 100 തവണ കയറി ഇറങ്ങിയതും ഭക്തന്മാരെ ഇന്റർവ്യൂ ചെയ്തതും ഞാനടക്കമുള്ള ആളുകളുടെ ബൈറ്റുകൾ എടുത്തതും ശബരിമലയ്ക്ക് വേണ്ടി അയ്യപ്പന് വേണ്ടി എന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരേ ഒരു ചാനൽ എന്ന നന്ദി സൂചകമായിട്ടാണ് ഞാനിവിടെ 1 രൂപ പോലും കൈക്കൊള്ളാതെയാണ് ഓരോ ചർച്ചയിലും പങ്കെടുക്കുന്നത്. 1 രൂപ പോലും ചാനലിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടില്ല ഇന്നേ വരെ. അതെന്തുകൊണ്ടാണ്? എൻ്റെ സ്വാമിക്ക്, എൻ്റെ അയ്യപ്പനുള്ള ഒരു കാണിക്കയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, അക്ഷര പൂജയായിട്ടാണ്. അതിന്റെ അർത്ഥം ഇപ്പൊ CPM കണ്ടക്ട് ചെയ്യുന്നു, അവിടെ പ്രശ്നമില്ല. എൻ്റെ അറിവിൽ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ ആയിരക്കണക്കിന് വരുന്ന CITU-യുടെ തൊഴിലാളികൾ, അവർ രാഷ്ട്രീയം CPM രാഷ്ട്രീയമാണ്, ആയിരക്കണക്കിന് വരുന്ന CITU-യുടെ തൊഴിലാളികൾ ശബരിമല സീസൺ ആ വൃശ്ചിക മാസം പുലരുമ്പോൾ കറുപ്പെടുത്ത് എല്ലാ വ്രതത്തോടു കൂടിയും മലയ്ക്ക് പോകുന്നവരാണ്. ഇപ്പൊ CPM-നകത്തും ഹിന്ദുക്കളുണ്ട്, പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്. കോൺഗ്രസിനകത്തും തത്തുല്യമായി പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്. BJP-ക്ക് അകത്തും പ്രാക്ടീസിങ് ഹിന്ദുക്കളുണ്ട്. അപ്പൊ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ശത്രുവല്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരും എൻ്റെ ഹിന്ദു ധർമ്മത്തിന്റെ പരമ പവിത്ര മൂർത്തികളിൽ ഒരാളായി അയ്യപ്പനെ വിശ്വസിക്കുന്ന ഭക്തന്മാരുണ്ട്. അപ്പൊ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഇഷ്ടത്തിന് അയ്യപ്പ സംഗമം നടത്തട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇനി ഒരിക്കലും ശബരിമലയെ കരുവാക്കിക്കൊണ്ട് ആരും ഫുട്ബോൾ കളിക്കരുത്, ഒളിച്ച് കളിക്കരുത്. നമുക്കറിയാം, അന്നത്തെ ഒരു വലിയ ഫേമസ് ഉദ്യോഗസ്ഥൻ, സുന്ദരനായ ഒരു ഉദ്യോഗസ്ഥൻ യതീഷ് ചന്ദ്ര എത്ര ക്രൂരമായിട്ടാണ് അന്നത്തെ പൊൻ രാധാകൃഷ്ണൻ എന്ന കേന്ദ്ര മന്ത്രിയോട് പോലും തട്ടിക്കയറുകയും വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും ഭക്തന്മാരെ വലിച്ചിഴക്കുകയും, പിന്നെ അതുപോലെ മനോജ് എബ്രഹാം എന്ന പോലീസുകാരൻ സ്ത്രീകൾ നാമം ജപിക്കുന്നിടത്ത് പോയിട്ട് ഇപ്പോഴാണ് നാമം ജപിക്കുന്നത് അവിടുന്ന് ചവിട്ടി വലിച്ച് ആ ഭക്തന്മാരെ കൊണ്ടുപോക്ക് ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇതേ യതീഷ് ചന്ദ്രയ്ക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ വിശിഷ്ട സേവ മെഡൽ കൊടുത്തു, ഏറ്റവും നല്ല സേവനത്തിലുള്ള മെഡൽ കൊടുത്തു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി, ഇതിൽ അതിർവരമ്പുകളില്ല, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അതിർവരമ്പുകളില്ല. അവർക്ക് സൗഹൃദം ഒക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാൻ അറിയാം. അതൊന്നും അറിയാത്ത അൺസസ്പെക്ടിങ് ആയിട്ടുള്ള അനവേഴ്സ് ആയിട്ടുള്ള കോടാനുകോടി അയ്യപ്പന്മാർക്ക് വേണ്ടിയാണ് ഞാനും ശ്രീ ശങ്കുട്ടിദാസും ശ്രീജിത്ത് പണിക്കരും പത്മപിള്ളയും എല്ലാം സംസാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാനിത് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് തരണം. എനിക്ക് ഒറ്റ കാര്യം, ഇത് പബ്ലിഷ് ചെയ്യപ്പെടുമോ എന്ന് പോലും ഞാൻ ഭയക്കുന്നു. പബ്ലിഷ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പൊ കേൾക്കുന്നവർ കേൾക്കാമല്ലോ. CPM അവരുടെ നിലയ്ക്ക് രാഷ്ട്രീയമായി തന്നെ അയ്യപ്പനെ ഉപയോഗിക്കട്ടെ, കോൺഗ്രസ് അവരുടെ നിലയ്ക്ക് രാഷ്ട്രീയമായി തന്നെ അയ്യപ്പനെ ഉപയോഗിക്കട്ടെ, BJP അവരുടെ തലത്തിൽ രാഷ്ട്രീയമായി തന്നെ അയ്യപ്പനെ ഉപയോഗിക്കട്ടെ. അയ്യപ്പന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. അരമനയിൽ പോകുന്ന അതേ ഗൗരവത്തോടെയും ഭക്തിയോടെയും ഹിന്ദുക്കളുടെ അടുത്തും വരട്ടെ. അതിന് അയ്യപ്പന് കാരണമാവുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. CPM-നും ഇതുപോലെ ഒരു സാഹചര്യം വരുമായിരുന്നില്ല. കഴിഞ്ഞ 2018 സെപ്റ്റംബർ 28 തുടങ്ങിയിട്ടുള്ള ശബരിമല പ്രക്ഷോഭം ഭക്തജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം കണ്ടിട്ട് തന്നെയാണ് കോൺഗ്രസും CPM-ഉം
ഇതിലേക്ക് ചാടി വന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. അത്രയും മുടങ്ങാതെ നമ്മൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ, അതിൽ പെടാത്ത അനേകം ആയിരം ഹിന്ദുക്കൾ, എല്ലാവരും ഇതിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രക്ഷോഭത്തിന്റെ ഭയം, ഹിന്ദുക്കൾ സംഘടിക്കാൻ മടിക്കില്ല, ഹിന്ദുക്കൾക്ക് സംഘടിക്കാൻ അയ്യപ്പൻ ഒരു കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയന്റെ പാർട്ടി ഇത്തവണ സംഗമം നടത്തുന്നത്. ഇത് എല്ലാ മേഖലയിലും വ്യാപിക്കണം. അയ്യപ്പന് മാത്രം, ഗുരുവായൂരപ്പനും വൈക്കത്തപ്പനും തിരുപ്പതി ബാലാജിക്കും പിന്നെ സോമേശ്വരനും എല്ലാം ഭക്തന്മാരുണ്ട്. അവരെല്ലാം രാഷ്ട്രീയാതീതമായി സംഘടിക്കുന്നത് കണ്ടാൽ രാഷ്ട്രീയ പാർട്ടികൾ, പാർഡൻ മൈ ഫ്രഞ്ച്, രാഷ്ട്രീയ പാർട്ടികൾ ബിസ്ക്കറ്റ് കാണുമ്പോൾ വരുന്ന തെരുവ് പട്ടികളെ പോലെ നമ്മുടെ പിന്നാലെ വരും. അങ്ങനെ വരുത്താനുള്ള കഴിവ് ഓൾറെഡി ആർജിച്ച സമുദായങ്ങളാണ് ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളും ഇനി അങ്ങനെ ആവണം. CPM അടക്കമുള്ളവർ വന്ന് അയ്യപ്പ ഭക്തരുടെ വോട്ടിന് വേണ്ടി സംഗമങ്ങൾ നടത്തണം. ഇഫ്താർ പാർട്ടി നടത്തി എപ്രകാരമാണോ ഇവർ ഒരുമിച്ച് ഭക്ഷണം ആസ്വദിക്കുന്നത്, അതുപോലെ അയ്യപ്പന്റെ പുഴുക്ക് തിന്നാൻ ഇവരൊക്കെ വന്നിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഹിന്ദു സമൂഹം തിരിച്ചറിയുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് അവിടെ സ്വാധീനമുണ്ടാകുന്നു എന്നതിലുപരി ദുഃഖവും ഉണ്ടാകുന്നില്ലേ? കാരണം അങ്ങ് ദൂരെ വിളക്ക് തെളിയുന്നിടത്താണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്നത് മുതൽ സന്നിധാനത്ത് ദീപാരാധനയ്ക്ക് കൈകെട്ടി നിൽക്കുന്ന ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിൽക്കുമ്പോൾ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മാത്രം തങ്ങൾ പ്രീണിപ്പിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുകയാണ് എന്നുള്ള തിരിച്ചറിവ് വരുന്നതും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വസ്തുത തന്നെയല്ലേ? അതെ, അതിനപ്പുറത്ത് മറ്റൊരു വശം മാഡം കാണാതെ പോകുന്നുണ്ട്. ക്രിസ്തീയ സമൂഹത്തിന് എത്ര അധർമ്മം, നിയമലംഘനം നടത്തിയിട്ട് പോലും അങ്ങോട്ട് പോയി തണൽ കൊടുക്കാൻ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ സംഘടിത വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ്. അവരെ ഉപയോഗിക്കുന്നു എന്ന തോന്നൽ അവർക്കും ഉണ്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി അവർ നേടിക്കഴിഞ്ഞു. അത്തരത്തിൽ ഹിന്ദുക്കൾ രാഷ്ട്രീയ ബാനർ നോക്കാതെ ഹിന്ദു എന്ന രീതിയിൽ സംഘടിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് വരുതിക്ക് നിർത്താം എന്നതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് അതിന്റെ പോസിറ്റീവ്. അതിന്റെ നെഗറ്റീവ് എന്താണ്? നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ആരും ഒരു ഓർഡിനൻസ് ഇറക്കാനില്ല, ആരും ഒരു കാര്യമായ കാര്യം ചെയ്യാനില്ല, നമ്മൾ അടികൊള്ളുകയാണ് തെരുവിൽ എന്ന അവസ്ഥ മാറണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ ഒരു പർട്ടിക്കുലർ കേന്ദ്രത്തിൽ മതപരിവർത്തന നിരോധന നിയമം ഉള്ളിടത്ത് ഞാനോ മറ്റൊരാളോ ഒരു ഹിന്ദു പോയിട്ട് ഒരാളെ തട്ടിക്കൊണ്ട് വന്നാൽ ഇതല്ല, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്കൊണ്ട് സംസാരിക്കില്ല, കാരണം ഞാൻ ഹിന്ദുവാണ്. സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാണ് ഹിന്ദുക്കൾ, റെഫ്യൂജീസ് ഓൺ വൺസ് ഓൺ ലാൻഡ്. സ്വന്തം ഭൂമിയിലെ അഭയാർത്ഥികളാണ് ഹിന്ദുക്കൾ. ആ അവസ്ഥ മാറണം. ഭൂരിപക്ഷത്തിന്റെ ശക്തി, കോർ വോട്ട് ബാങ്കിന്റെ ശക്തി തിരിച്ചറിയാത്ത രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഹിന്ദുക്കളുടെ ശക്തി തിരിച്ചറിയണം. മതം മാറ്റാനുള്ള കളിക്കോപ്പല്ല. അമേരിക്കയിലെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ലക്ഷങ്ങളും കോടികളും ഡോളർ വരുത്താനുള്ള വെറും കളിക്കോപ്പുകളോ ഷോക്കേസ് ഐറ്റംസ് അല്ല ഹിന്ദുക്കളുടെ ജീവൻ. ആദിവാസി മുതൽ നമ്പൂതിരി വരെ, അതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞത്. ആ തരത്തിൽ എല്ലാവരും ഐഡന്റിറ്റിയിൽ ജാതീയമായ ആചാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നാം ഒരേ ഹിന്ദു ധർമ്മികളാണെന്ന ബോധം കോൺഗ്രസിലെ ഹിന്ദുവിനും ഉണ്ടാവണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുവിനും ഉണ്ടാവണം, BJPയിലെ ഹിന്ദുവിനും ഉണ്ടാവണം. അപ്പൊ രാഷ്ട്രീയം എന്നതിന്റെ അതിര് വരുമ്പോൾ അപ്പുറത്ത് ഈ അയ്യപ്പ സംഗമം കാണിക്കുന്ന CPMന്റെ ഐഡിയോളജിക്കൽ ഫെയിലിയർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. CPM എന്ന് പറഞ്ഞ ഒരു തരത്തിൽ ഞങ്ങൾ ഇളകില്ല, സ്ത്രീകളെ ഞങ്ങൾ അവിടെ കയറ്റും, ചൊവ്വയിൽ പോലും സ്ത്രീകൾ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയന്റെ ആശയപരമായ പതനമാണിത്. എന്ന് വെച്ചാൽ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ വിശ്വാസികൾക്ക് വിലയുണ്ട്, അവർ സംഘടിതരാണെന്ന് കണ്ടതുകൊണ്ടാണത്. അതെങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി? നമുക്കെതിരെ ഒരു സുപ്രീം കോടതിയുടെ വാറോലയമായി വന്നപ്പോൾ നാം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാത്ത പരിഷ്കാരം നിങ്ങൾക്ക് എന്തിന് എന്ന് തിരിച്ചു ചോദിക്കാൻ നമ്മൾ തയ്യാറായി. ഇതെല്ലായിടത്തും തയ്യാറാവണം. അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കണം, ശബരിമല ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ ആയിരുന്നില്ല. ആ കാനന ക്ഷേത്രത്തിന്റെ പാവനതയെ ആദ്യമായി ആക്രമിച്ചത് ക്രിസ്ത്യൻ ഭീകരരാണ്. അത് ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും തുറന്നു പറയില്ല, എനിക്ക് മടിയില്ല പറയാൻ. കാരണം എന്റെ മുമ്പിൽ എന്തുണ്ട്? അന്ന് നിയോഗിച്ച EMS നിയോഗിച്ച കേശവ മേനൻ റിപ്പോർട്ട് എന്റെ മുമ്പിലുണ്ട്. ആസൻ കേസിൽ പ്രതികളാരാണ്, അവർക്ക് പിന്നിൽ ആരാണ് എന്ന് നമുക്കറിയാം. 7 തവണയാണ് ആ വിഗ്രഹം മഴുകൊണ്ട് വെട്ടിപ്പൊളിച്ചത് കോടാലി ജോൺ എന്നവൻ. അതൊരു ജിഹാദി ചെയ്യുന്ന ഭീകര പ്രവർത്തനത്തിന് തത്തുല്യമാണെന്നും അത് സോഫ്റ്റ് ടെറർ ആണെന്നും തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയി. അതുകൊണ്ട് മതം മാറ്റപ്പെട്ട് മുക്കാലും ഇനിയുള്ള ബാക്കിയുള്ള ഹിന്ദുക്കൾ സ്വന്തം അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ചിന്തിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ സംഗമം നടത്തട്ടെ, ഞാൻ പറഞ്ഞ സംഗമം നടത്തട്ടെ, ഹിന്ദുക്കൾക്ക് വേണ്ടിയും സംഗമം നടത്തട്ടെ. ഇതുവരെ അവർ ഇഫ്താർ മാത്രമാണ് നടത്തിയത്, അല്ലെങ്കിൽ ക്രിസ്മസ് മേളയാണ് നടത്തിയത്, ഓണാഘോഷം മതേതരമാണെന്ന് പ്രഖ്യാപിച്ചു മാത്രമാണ് നടത്തിയത്, ഹിന്ദു ആചാരമായിട്ടല്ല നടത്തിയത്, വാമന പൂജയായിട്ടല്ല നടത്തിയത്. ഇനി അയ്യപ്പന്റെ പേരിലും ഗുരുവായൂരപ്പന്റെ പേരിലും വൈക്കത്തപ്പന്റെ പേരിലും ചോറ്റാനിക്കൽ അമ്മയുടെ പേരിലും ഒക്കെ അവർ സംഘടിക്കട്ടെ. അവിടെ രക്ഷപ്പെടുന്നത് ഹിന്ദുവിന്റെ സ്വത്വമാണെന്ന ശുഭോദർക്കമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത് BJP നടത്തട്ടെ, RSS നടത്തട്ടെ, കോൺഗ്രസ് നടത്തട്ടെ, എല്ലാവരും ഹിന്ദുവിന്റെ വില മനസ്സിലാക്കി പ്രതികരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ SJR കുമാർ, ഈ അഭിപ്രായത്തോടുള്ള താങ്കളുടെ പ്രതികരണം. നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ വിഷയം വരുമ്പോൾ
അവിടെ യാതൊരു കാരണവശാലും രാഷ്ട്രീയ പരിഗണനകൾ പാടില്ല. നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെല്ലാം അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ശ്രീ ഗുരുമൂർത്തി ഇവിടെ പറഞ്ഞ വിഷയത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതികരിച്ചതെന്നെല്ലാം നമ്മൾ കണ്ടു. അത് ഇന്നും ഇന്നലെയും ഒക്കെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ധാരാളം അഭിപ്രായ പഠനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയവും വിശ്വാസവും തമ്മിൽ, ക്ഷേത്രവിശ്വാസവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ശരി, ഹിന്ദുക്കൾക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധിക്ക്, അവരുടെ പ്രവർത്തനത്തിന് വിഘടിതമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതായത് വിഘടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, അല്ലെങ്കിൽ മതപരിവർത്തനം തുടങ്ങി ഏത് വിഷയത്തിലായാലും ശരി, യാതൊരു കാരണവശാലും ഇവിടുത്തെ വിശ്വാസി സമൂഹം അത് അംഗീകരിക്കില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, മതപരിവർത്തനത്തിനെ അനുകൂലിക്കുകയോ അതല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്യുന്നവർക്ക് വേണ്ട ഒത്താശ ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, ഒരു കാരണവശാലും നമ്മൾ ഒരു ഹിന്ദു പ്രസ്ഥാനം അനുവദിക്കില്ല എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തെറ്റിദ്ധരുത്താനുള്ള ബാധ്യത അല്ലെങ്കിൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതായത് ഹിന്ദുക്കൾക്ക് നേരെ എന്ത് നടന്നാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളാണ് പ്രധാനം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരുത്തേണ്ട സമയമായിരിക്കുന്നു. അത്തരത്തിൽ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹിന്ദു പോലും, അതായത് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ ആരും തന്നെ സ്വന്തം നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവരെ അനുകൂലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ ശബരിമലയിൽ മാത്രമല്ല വിശ്വാസങ്ങളുടെ വിഷയത്തിൽ, ഹിന്ദുക്കളുടെ യഥാർത്ഥ വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്, സനാതനധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നത്, ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരെ ആയിരിക്കും തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം അംഗീകരിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ശബരിമല ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വന്നാൽ, അവിടെ നടത്തുന്ന ഈ ഇടതുപക്ഷ സർക്കാർ അവർക്കതിന് യാതൊരു വിധത്തിലുള്ള അധികാരമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അംഗീകാരമോ ആ വിഷയത്തിലില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വിഷയം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ എതിർക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നേ ദിവസം വരെ, അതായത് 2006 ഈ കേസ് സുപ്രീം കോടതി ആരംഭിച്ച ദിവസം മുതൽ ഇന്ന് വരെയും അവർ വ്യത്യസ്തമായ, അതായത് ഒരു കാരണവശാലും ശബരിമലയിൽ ഇത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുകയോ അതല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് അനുകൂലമായി നിൽക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയിൽ, ഒരു നിലപാടിൽ അവർക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതായത് അവിശ്വാസികളുടെ ഒരു കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് അവരെ ശബരിമലയിലേക്ക് കെട്ടിയെഴുന്നള്ളിച്ച് വന്ന സർക്കാർ ഭക്തജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് അവരെ ലാത്തിച്ചാർജ് കയ്യാമം വെച്ചും മർദ്ദിച്ചും അവശനിലയിലാക്കി സർക്കാർ, കള്ളക്കേസുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചവരുടെ പേര് കള്ളക്കേസെടുത്തവർ, ഇത്തരം വിശ്വാസി സമൂഹത്തിനെതിരെ പ്രവർത്തിച്ച ഒരു സർക്കാർ അവരെ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ഭൂതോദയം ഉണ്ടാകുകയാണ്, ഇത് നടത്താമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു വിഷയത്തിലേക്ക് വീണ്ടും വന്നാൽ, ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മൂലം അവർ ഈ നമ്മുടെ ഇടതുപക്ഷ സഹായത്തിനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ വിഷയം, അവർ വീടാന്തരം നടന്ന് നമുക്ക് തെറ്റുപറ്റി, അതല്ലെങ്കിൽ നമ്മൾ ഭക്തജനങ്ങൾക്ക് അനുകൂലമാണ് എന്നൊക്കെ പറയുകയും ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇന്നും സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഈ കേരള സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലുള്ള ദേവസ്വം ബോർഡും കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അവർ യുവതീ പ്രവേശനം അനുകൂലമാണെന്നുള്ളതാണ്. നമ്മൾ അടിക്കടി 2019 ശേഷം ഈ മാറ്റമൊക്കെ അവർ കൊണ്ടുവന്നെങ്കിലും അന്നെല്ലാം നമ്മൾ തുടരെ ആവശ്യപ്പെട്ടൊരു വിഷയം, അത്തരത്തിൽ നിങ്ങൾക്കൊരു മാനസിക പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടപടികളിലൂടെ നമ്മളെ കാണിച്ചു തരൂ. ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ മാറ്റൂ. നിങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, അല്ലെ തെറ്റുപറ്റി എന്ന് പറയണ്ട, ഞങ്ങൾ ഭക്തജനങ്ങളുടെ കൂടാണ്, ഈ ആചാരലംഘനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറയണമായിരുന്നു. പക്ഷേ ഇന്നും ആ സത്യവാങ്മൂലം അവിടെ നിലനിൽക്കുന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ അവിശ്വാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ, അതായത് ഭക്തജനങ്ങളെയും അതുപോലെ അയ്യപ്പനെ തന്നെ അവഹേളിക്കുന്നതായിട്ടുള്ള പല ആളുകളെയും അവിടെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള സർക്കാരിനെ ഒരു കാരണവശാലും ഇത് നടത്താൻ സമ്മതിക്കില്ല. അവർക്കതിനുള്ള അവകാശമില്ല, അധികാരമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുമ്പോൾ. അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ട വിഷയമാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഈ നമ്മുടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ മറ്റൊരു വിഷയമാണ്,
അദ്ദേഹം പറഞ്ഞ ഭക്തജനങ്ങളുടെ വിഷയത്തിലേക്ക് വന്നപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ വിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അത്തരത്തിലൊരു നടപടി എടുത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പോലും അതായത് അവകാശങ്ങൾ നടത്തണം, ഒരു കാരണവശാലും ഈ പറയുന്ന രേഖകളിൽ, അതായത് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ ഒരു വിധിയിലും ഒരു പേജിൽ, ആ വിധിയുടെ ഒരു പേജിൽ പോലും അവകാശ ലംഘനം നടത്തണം എന്നൊരു വാചകമില്ല. അത് നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് കേരള സർക്കാർ ട്രസ്റ്റിയാണെന്ന്. അത്തരത്തിൽ ഭരണഘടന അനുസരിച്ച് ഒരു കാരണവശാലും ഏതെങ്കിലും മതത്തിൻ്റെ കാര്യം നോക്കാനായിട്ട് ഭാരതത്തിലെ ഒരു സർക്കാരിന് അവകാശമില്ല എന്നുള്ള ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് അവർ പണം ചെലവഴിക്കാൻ പാടില്ല. ഈ ശബരിമല തന്നെ കേസിലുണ്ടായ ഒരു വിഷയം, ഈ പറഞ്ഞ ശബരിമലയ്ക്ക് വേണ്ടി കേരള സർക്കാർ ചില പണം ചെലവഴിക്കുന്നു എന്നൊക്കെ അവകാശമായിരുന്നു. പക്ഷേ നമ്മളിത് കണ്ടത് അതിന് മുമ്പ് ഈ നമ്മുടെ മറ്റേ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു അവകാശം, ആനുവിറ്റി എന്നാണ് എനിക്ക് പറയാറ്, ആനുവിറ്റി കൊടുത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നൊരു കാര്യം നമ്മുടെ ഈ കവനൻറ്റിൽ എഴുതി ചേർത്തുകൊണ്ട് ആ ഒരു ബാധ്യത സർക്കാരിന് വന്നു. അതായത് ലക്ഷോപലക്ഷം കോടാനുകോടി ഏക്കർ ഭൂമികളും സ്വത്തുക്കളെല്ലാം ഏറ്റെടുത്ത 1811 മൺട്രോ സാഹിബിൻ്റെ ഒരു ഉത്തരവ് വഴി സർക്കാർ ഏറ്റെടുത്തപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാത്തതിൻ്റെ പരിഹാരമായിട്ട് നടന്ന ചർച്ചയും അതിനുശേഷം നടന്നൊരു കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ പ്രകാരമാണ് അത്തരത്തിൽ ഒരു ആനുവിറ്റി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതും. അതുകൊണ്ട് അത് ഈ ക്ഷേത്രങ്ങളുടെ അവകാശമാണ്, അവർക്ക് നഷ്ടപ്പെട്ട ഭൂമിയുടെ പലിശ പോലും ആവുന്നില്ല, ചെറിയൊരു അവകാശത്തിനാണ്. അതുകൊണ്ട് അതൊരിക്കലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നല്ല. അതായത് സർക്കാരിൻ്റെ തരത്തിൽ അത്തരത്തിലൊരു നീക്കമാണെങ്കിൽ അത് പബ്ലിക് പ്രോപ്പർട്ടിയായിട്ട് മാറപ്പെടും. അതൊരിക്കലും ഒരു സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും കേരള സർക്കാരിന് ഈ വിഷയത്തിൽ അങ്ങനെ ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പള്ളിപ്പെരുന്നാൾ നടക്കാത്തത്? ചന്ദ്രക്കോടം എന്നാൽ പിന്നെ അതെല്ലാം നടത്തട്ടെ. ഈ ശബരിമലയിലെ പമ്പായുടെ അവിടെ പോയിട്ട് ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലുള്ള പ്രധാന പള്ളികളുടെ മുന്നിലും മുസ്ലിംകളുടെ മുന്നിലും ഒക്കെ നിങ്ങൾ സമ്മേളനം നടത്തൂ, എന്നിട്ട് പറയൂ. അതിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഹിന്ദുക്കളുടെ മേലെ എന്തും ചെയ്യാം, അതാരും ചോദിക്കാനില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, 2018 അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തിയത് ഈ വികാരം മതവികാരത്തിലല്ല, അത് ഈശ്വരവിശ്വാസത്തെ തൊട്ടുകളിച്ചപ്പോഴാണ്. ഏതാണ്ട് അതേപോലെ തന്നെയുള്ള നീക്കങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. അവിടെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിഘടിത ചിന്തയും ഉണ്ടാവില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം ഒന്നിച്ച് നിൽക്കും. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രഹസനം ഇനിയെങ്കിലും കാണിക്കാതിരിക്കുക. ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ അതിന് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല 3000 പേരെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള നടപടികളുടെ നമ്മൾ കാണുന്ന ഓരോ ഹിന്ദുവും അല്ലെ ഓരോ ഭക്തനും അവിടെ എത്തില്ല ഒരു കാരണവശാലും. കാരണം അവരെ ഈ സർക്കാരിനെ ഒരു കാരണവശാലും ഒരു ഭക്തന് വിശ്വസിക്കാൻ സാധിക്കില്ല. ഞാനീ പറഞ്ഞ പോലെ ഇന്നും സത്യവാങ്മൂലം മാറ്റാത്ത സർക്കാരാണ്. ഇന്നും ഹിന്ദുക്കൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആയിരക്കണക്കിന് കേസുകൾ നമ്മൾ നേരിടുകയാണ്, കള്ളക്കേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ഈ സംഗമത്തിൽ ഭക്തജനങ്ങൾ ആയിരിക്കില്ല വരുന്നത്. ഈ മതിൽ കെട്ടാൻ വന്നവരും അതല്ലെങ്കിൽ അവർ ശബരിമലയിലേക്ക് കെട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ആളുകളെ പോലുള്ളവരുടെ സംഗമമായിരിക്കും നടക്കുന്നത്. അത്തരത്തിൽ ഒരു വികൃതമായിട്ടുള്ള സംഗമം ഈ വിശുദ്ധമായ ക്ഷേത്ര സന്നിധിയിൽ നടത്താനായിട്ട് യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. തിരികെ ചർച്ചയിലേക്ക് ശ്രീ ബി റജി, ഇവിടെ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പണം കൊയ്യാനും വോട്ട് നേടാനുമുള്ള ഒരു ബിംബമായി മാത്രം മാറുകയാണോ? എന്താ രോഹിണി, അങ്ങനെ അതൊക്കെ വെറും ബാലിശമായ വാദഗതികളല്ലേ? ശബരിമല എന്ന് പറയുന്ന പവിത്രമായ സ്ഥലവും അതിലെ വിശ്വസിക്കുന്നവരും ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകൾ ഈ നമ്മുടെ സംസ്ഥാനത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ആ വിശ്വാസത്തെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും നാം പവിത്രതയോടെ കാണുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന സമീപനം തന്നെയാണ് നാം സ്വീകരിക്കേണ്ടത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടേത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അതുപോലെ വേഷങ്ങളായാലും ഭാഷയും ആഹാരവും ആചാരവും മതവിശ്വാസങ്ങളിലും എല്ലാം വൈവിധ്യം പുലർത്തുന്ന ഒരു നാടാണ് നമ്മുടേത്. ആ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തിനാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ കൈവരിച്ച സ്വാതന്ത്ര്യം നിലനിർത്താൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുവാനും ആ ആചാരത്തിൽ തുടരുവാനും അവർ വിശ്വസിക്കുന്നത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങളുണ്ട്. അതിനർത്ഥം ഏതെങ്കിലും മതം മാറ്റുമോ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്നുള്ളവരെ മറ്റൊരു മതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് മാറ്റുകയോ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിലെ ഓരോ പൗരനും അവന് ആവശ്യമുള്ള അവൻ ആഗ്രഹിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഇവിടെ വ്യാജ പ്രമാണങ്ങളും വ്യാജ പ്രചരണങ്ങളും വർഗീയതയും
ഒക്കെ വളർത്തി നമ്മുടെ സമൂഹത്തിൽ അസംതൃപ്തിയും അസമാധാനവും ഒക്കെ വളർത്തി അന്തരീക്ഷം കലുഷിതമാക്കാനൊക്കെ ആർക്കും കഴിയും. പക്ഷേ നമ്മുടെ മതസൗഹാർദ്ദവും നമ്മുടെ ബഹുസ്വരതയും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും അതുപോലെ പൗരപ്രമുഖരും സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നോക്കൂ, ശബരിമലയെ സംബന്ധിച്ച് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിനെ എതിർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭക്തജനങ്ങൾക്ക് അവിടെ എത്തുന്ന ക്രൗഡ് മാനേജ് ചെയ്യുന്നതിനും സ്പോട്ട് ബുക്കിങ്ങിനും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്ന ഭക്ത സഹസ്രങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക തന്നെ വേണം. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ 10 വർഷം LDF ഭരിച്ച ആ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തെത്തുമ്പോൾ, അതിൻ്റെ എൻഡിലെത്തുമ്പോൾ വലിയ പദ്ധതികളും ഒക്കെയായി മുന്നോട്ട് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു സംഗമത്തിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനുള്ള സമയം ശേഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുവാൻ ഇടതുപക്ഷം പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കൂ, കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് മാർക്സ് എഴുതിയിട്ടുള്ളത്. അതായത് വർഗ സമരത്തിൻ്റെ ഭാഗമായി ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ആ ഒരു മെറ്റീരിയലിസത്തിൽ മതങ്ങൾക്ക് പ്രാധാന്യമില്ല. കമ്മ്യൂണിസം നടപ്പാക്കിയ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ മതവിശ്വാസത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ പാഴ്സിയോ ജൈനനോ എല്ലാവർക്കും അവരുടെ മതം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള മൗലികമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു വലിയ ഭരണഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പരസ്പരം മതവിശ്വാസങ്ങളെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് നമ്മൾ കാട്ടേണ്ടത്. അത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, സോഷ്യൽ സർവീസിലുള്ളവരും മതപ്രചാരകരായാലും ആരായാലും തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെ വർഗീയ കലഹങ്ങളിൽ നിന്നും മതവൈര്യങ്ങളിൽ നിന്നും മാറ്റി സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയരുമ്പോഴാണ് അതിനെതിരെ ചോദ്യങ്ങൾ ഉയരുന്നത്. രേണുക, തിരികെ ചർച്ചയിലേക്ക്. ശ്രീ M. ജയചന്ദ്രൻ, ഇവിടെ ചർച്ചയിൽ ഉയർന്ന 2 അഭിപ്രായങ്ങൾ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉന്നയിച്ചത്, ഇത്തരത്തിൽ സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം, കാരണം അത് സർക്കാരിൻ്റെ ഒരു തോൽവിയാണ്, പരാജയമാണ് എന്നുള്ളതാണ്. കാരണം 2018 അവർ നടത്തിയതിൻ്റെ അനന്തരഫലം എന്താണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ശക്തി ആർജിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്, അതിൽ നിന്ന് അവരിലേക്ക് കൂടുതൽ അടുക്കാം എന്നുള്ളത് അവരുടെ ഒരു തോൽവിയുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്നുള്ളത് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉന്നയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ SJR കുമാർ ഉന്നയിക്കുന്നത്, അങ്ങനെ ഒരു തോൽവിയാണെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാരിന് എന്ത് അധികാരം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് അധികാരം അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിലൊരു യോഗം വിളിച്ചു കൂട്ടാൻ? അങ്ങനെയാണെങ്കിൽ അവർ മറ്റ് ഇതര മതസ്ഥരുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ എന്നുള്ളത്. ഈ 2 അഭിപ്രായങ്ങളോടുമുള്ള താങ്കളുടെ പ്രതികരണം. ഞാൻ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ രാഷ്ട്രീയ കക്ഷികളോ സർക്കാരുകളോ നടത്തുന്ന എല്ലാ ഇടപെടലുകളും എല്ലാ കാലത്തും വിജയിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളത് ഒരു പൊതു തത്വമാണ്, വസ്തുതാപരമായ യാഥാർത്ഥ്യവുമാണ്. എല്ലാ ഇടപെടലുകളും വിജയിച്ചു കൊള്ളണമെന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആരോപിച്ചത് സർക്കാരിനല്ല പിണറായി വിജയൻ്റെ തോൽവിയാണെന്നാണ്. പിണറായി വിജയൻ്റെ തോൽവിയായിട്ട് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം അവകാശം അദ്ദേഹത്തിനുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപയോഗിച്ചു. എന്താ തെറ്റ്? പക്ഷേ പിന്നെ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ SJR കുമാർ പറഞ്ഞത് കടന്ന കൈയാണ് പലതും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കടുത്ത ആശയക്കുഴപ്പം ബാധിച്ച ഒരാൾ വർത്തമാനം പറയുന്നത് പോലെയാണ് പല കാര്യങ്ങളിലും ഇത് നടത്താൻ അനുവദിക്കില്ല. എത്ര ബാലിശമായിട്ടാണ് ഒരു ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നതെന്ന് അത്ഭുതത്തോടെ ഞാൻ കേൾക്കുകയായിരുന്നു. ഇത് നടത്താനായിട്ട് ശ്രീ SJR കുമാറിൻ്റെ എന്തെങ്കിലും അനുവാദം ആവശ്യമുണ്ടോ ഒരു സംസ്ഥാന സർക്കാരിന്? അത് സർക്കാർ എന്തെങ്കിലും ഈ ഹൈന്ദവ വിരുദ്ധതയാണ് പ്രകടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനേക്കാളും എത്രയോ തലപ്പൊക്കമുള്ള ആൾക്കാർ കേരളത്തിൽ തന്നെയുണ്ട്. അതിനെ സംബന്ധിച്ച് തുടക്കം മുതലേ രൂക്ഷമായി എതിർക്കുകയും പ്രതിഷേധിക്കുകയും നടത്തില്ല എന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്യാൻ കഴിയുന്നവർ. അവരാരും അങ്ങനെയല്ലല്ലോ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് അവകാശം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം.
പിന്നെ അതിലുള്ള ഒരു സംഗതി പാർലമെൻ്ററി ഡെമോക്രസി ഭരണവ്യവസ്ഥയായി അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളത്. നമ്മളുടെ ഭരണവ്യവസ്ഥ പാർലമെൻ്ററി ഡെമോക്രസിയാണ്. അത് ഭരണഘടനാപരമായി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു രാഷ്ട്രത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയാണ് പ്രൈമറി പിന്നെ ഉത്തരവാദിത്വങ്ങളും അധികാരങ്ങളും നമ്മൾ നൽകിയിട്ടുള്ളത്. അതിലൊന്നും എനിക്കോ താങ്കൾക്കോ തർക്കമുണ്ടാവേണ്ട കാര്യമേ ഇല്ല. കാര്യം നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏതാണ്ട് എത്രയാണ് 28 29 മാസങ്ങൾ എടുത്ത് നടത്തിയ ചർച്ചകൾ ഇപ്പോഴും നമുക്കെല്ലാം എപ്പോഴും വായിക്കാവുന്നതാണല്ലോ. അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പിന്നീട് ഭരണഘടനയായിട്ടൊക്കെ വരുന്നതൊക്കെ. അങ്ങനെ രാജ്യത്തിരുന്നുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് കാര്യമില്ല എന്ന് പറയുന്നത്. താങ്കൾക്കങ്ങനെ ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെയല്ല നിലനിൽക്കുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും നിശ്ചയമായും ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. എനിക്കെന്നല്ല, പൊതുവായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും തന്നെ അതിൽ തർക്കം ഉണ്ടാവേണ്ട കാര്യവുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ഇത് കവനൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊന്നും വിശദമായിട്ട് പറയാൻ ഇതുപോലൊരു ചർച്ചയിൽ എനിക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിയില്ല സർ. എങ്കിലും ഒരു കാര്യം, 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ 1922 ദേവസ്വം വിജ്ഞാപനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവിതാംകൂർ സർക്കാർ ഉത്തരവ് നമ്പർ D-49/5/1912 കേട്ടോ. അതിപ്പോഴും താങ്കൾക്ക് എവിടെയും അനായാസം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആ നിർദ്ദേശങ്ങൾ കർക്കശമായി പുനഃസ്ഥാപിച്ച് നടത്തിക്കാനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഈ ദേവസ്വം അധികാരികൾക്കുണ്ടായാൽ മതി. അത് പുനഃസ്ഥാപിക്കണം. എന്തൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് പുനഃസ്ഥാപിക്കാനാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഉറപ്പായിട്ടും ഞാനും. അതുകൊണ്ടാണ് ഞാനത് ഒരു ചർച്ചയിൽ തന്നെ പറയുന്നത് അതങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കവനൻറ്റും ഒക്കെ വരുന്നത് 49-ലെയും. പിന്നെ എന്ന് മാത്രമല്ല നമ്മുടെ അന്നത്തെ മഹാരാജാവ് ശ്രീ തിരുനാളിൻ്റെ ഒരു ബുക്കുണ്ട് കേട്ടോ. 1950-ലാണ്. അതിപ്പോഴും ആർക്കൈവ്സിലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ കാര്യമായിട്ട് തന്നെ ദേവസ്വംസ് ഇൻ ട്രാവൻകൂർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ. ദേവസ്വംസ് ഇൻ ട്രാവൻകൂർ. അന്നത്തെ മഹാരാജയാണത് കമ്പൈൽ ചെയ്ത് ഇറക്കിയിരിക്കുന്നത് 1950-ൽ. അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സുവ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ട്രസ്റ്റിഷിപ്പാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അവിടെയാണ്. താങ്കൾ അല്ല, ട്രസ്റ്റിഷിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇവിടെ നിന്ന് പറയാം. പക്ഷേ നിയമവും ചട്ടവും അങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നാളിതുവരെയുള്ള നിയമങ്ങളും ചട്ടങ്ങളും. അതില്ല എന്ന് താങ്കളിൽ നിന്ന് ഇരുന്ന് പറയുകയാണെങ്കിൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? താങ്കളത് വായിച്ച് മനസ്സിലാക്കി തിരുത്താൻ കഴിയുന്നെങ്കിൽ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ കഴിയൂ. അതുതന്നെ ഞാൻ പറയുന്നുള്ളൂ. അതാണ് ഒരു സംഗതി. പിന്നെ ഈ താങ്കളുടെ ഒരു രൂക്ഷമായ ആർഗ്യുമെൻ്റ് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി അല്ലെങ്കിൽ അഫിഡവിറ്റ്, അതാണല്ലോ സത്യവാങ്മൂലം, തിരുത്തി കൊടുക്കുന്നില്ല? അതെങ്ങനെയാണ് ശ്രീ SJR കുമാർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിക്കുന്ന ഒരു കേസിൽ ബന്ധപ്പെട്ട കക്ഷികളിൽ ആർക്കെങ്കിലും ഒരു തിരുത്തൽ രേഖ ഹാജരാക്കാൻ കഴിയും എന്ന് താങ്കൾ ഏത് നിയമത്തിൻ്റെ പരിഗണനയിലാണ് പറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പരിഗണിക്കുന്ന ഒരു കേസ്, ആ കേസിൽ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് അഫിഡവിറ്റ് കൊടുക്കാനുള്ള അധികാരം ബന്ധപ്പെട്ട ഏതെങ്കിലും കക്ഷികൾക്കുണ്ടോ എന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. കേരള സർക്കാരെന്നല്ല, ഏതെങ്കിലും കക്ഷികൾക്ക്. എൻ്റെ അറിവിലും പിന്നെ മനസ്സിലാക്കലൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല പറഞ്ഞാൽ മതി. ഞാൻ തിരുത്തിക്കോളാം, എൻ്റെ അറിവ് ഞാൻ തിരുത്തിക്കോളാം. നാളിതുവരെ ഞാൻ അങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തന്നെയാണ് അക്കാര്യത്തിൽ. പിന്നെ അതൊരു റിവ്യൂ ഹർജി പോലും അല്ല, റിവ്യൂ ഹർജി ഇല്ല, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ഹൈന്ദവ സംഘടനകളെ അടക്കം ഇക്കാര്യത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വാഗത സംഘം 1-2 ആഴ്ചയ്ക്ക് നടക്കാൻ ഇടയുണ്ടെന്നാണ്. അപ്പോൾ താങ്കളടക്കമുള്ളവർ അതിൽ ക്ഷണിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ക്ഷണിക്കപ്പെടും നിങ്ങളൊക്കെ. ഇതിനോടകം എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട് ശ്രീ M. ജയചന്ദ്രൻ. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ അവർ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞത് കൊണ്ടുള്ള ഒരു പരിവർത്തനമാണോ അതോ തൽക്കാലത്തേക്കുള്ള ഒരു പത്തിമടക്കലാണോ? അല്ല, CPM-നെ സംബന്ധിച്ച് പ്രഖ്യാപിത ശത്രുക്കൾ ഹിന്ദുക്കളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ ഒരു നിരപരാധികളായ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട മൃഗങ്ങളായിട്ടാണ് CPM കണക്കാക്കുന്നത്. അവരുടെ ദേവതകളെ പുച്ഛമാണ്, ശിവനെയും രാമനെയും കൃഷ്ണനെയും എല്ലാം പുച്ഛമാണ്.
ഹിന്ദുധർമ്മത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിട്ടാണ് CPM ഇപ്പോൾ ഇവിടെ ഉള്ളത്. CPM നന്നായി എന്നോ അയ്യപ്പ ഭക്തരായെന്നോ എന്നൊരു അഭിപ്രായം എനിക്ക് ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു മൂഢത്വം ഞാൻ ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിലോ പറയുകയുമില്ല. ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അതായത് ഇവരെങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വിധേയരായി വന്നു, കൊച്ചു മാളികപ്പുറങ്ങൾക്ക് വിരിവെക്കാൻ പോലും സമ്മതിക്കാതെ, ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം അവിടെ മുഴുവൻ അടിച്ച് കിടക്കാൻ സമ്മതിക്കാതെ, അയ്യപ്പ ഭക്തന്മാർ ഉറങ്ങാൻ സമ്മതിക്കാതെ, ലാത്തിക്കടിച്ചും ചവിട്ടിയും കല്ലെറിഞ്ഞും കൊന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവരും അനുകൂലികളാണെന്ന് ധരിക്കാൻ മാത്രം മൂഢനല്ല ഞാൻ. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് ആ പാർട്ടി എത്തിപ്പെട്ടുവെങ്കിൽ അത് അവരുടെ ആശയപരമായ പരാജയം സമ്മതിക്കലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ CPM അവരുടെ പരാജയം സമ്മതിക്കണം. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കുന്നു. ഈ ബക്രീദ് എന്ന് പറയുന്നത് അവരുടെ തികച്ചും മതപരമായ ആഘോഷമായിട്ട് പോലും സർക്കാർ അത് ആഘോഷിക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം ആഹാരം കഴിക്കുന്നു. എന്നാൽ ഓണം എന്ന് പറയുന്നത് മതേതരമാക്കി മാറ്റുകയും വാമനനുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്ത CPMന്റെ കുടിലതയ്ക്ക് അവർ തന്നെ സ്വയം മുഖത്തടിച്ചതിന് തുല്യമാണ് അയ്യപ്പന്റെ പേരിൽ ഒരു സംഗമം നടത്തുന്നത് എന്നാണ് എന്റെ പോയിന്റ്. ശരി, സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ്. നമ്മുടെ ജനം ഡിബേറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും രാത്രിയുടെ മറവിൽ കരുതിക്കൂട്ടി ആചാരലംഘനം നടത്താൻ പോലീസ് കാവൽ ഏർപ്പെടുത്തുക, അതിനുശേഷം ഭക്തലക്ഷങ്ങളുടെ മനസ്സിൽ കനൽ കോരിയിട്ടുകൊണ്ട് ശബരിമലയിൽ ശരണമന്ത്രം പോലും മുഴങ്ങാൻ അനുവദിക്കാത്ത വിധം നരനായാട്ട് നടത്തുക, അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ചിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലോക അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം ധനസമ്പാദനവും തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകവും മാത്രമാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.